Meet the editors. ചോദ്യം ഇതാണ്, പ്രവചനാതീതമോ? ഏറ്റവും നിർണായകമായ 20 മണ്ഡലങ്ങൾ നമ്മൾ വളരെ വേഗം ഒന്ന് പരിശോധിച്ചു പോയാൽ എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജിലെ മാറ്റമെന്ന് നോക്കി വരാം. പേരാമ്പ്ര മണ്ഡലം ശക്തമായ മത്സരം നടന്നതാണ്. ശക്തമായ LDF കൺവീനർ TPയും ഒപ്പം തന്നെ ഫാത്തിമ തെഹ്ലിയും മത്സരിച്ചതോടുകൂടി വിവാദങ്ങളുടെ പെരുമഴയുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? പേരാമ്പ്രയിൽ 2021 പോൾ ചെയ്ത 82.86% നിന്ന് 1.3% വോട്ട് പോളിംഗ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ സൂചനയാണ്? അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ വോട്ട് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓർമ്മിക്കണം, SIRനു ശേഷവും 1.3% കുറഞ്ഞുണ്ടെങ്കിൽ ആക്ച്വൽ ഇഫക്റ്റ് ഒരു 2% കൂടെ കൂട്ടിയാൽ ഒരു 3% കുറവ് ഒരു പക്ഷേ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആരെ തുണയ്ക്കും എന്നുള്ളതാണ്. തൃശ്ശൂരിൽ 70% 75% ഉയർന്നിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലമെന്ന് കരുതി പത്മജ വേണുഗോപാൽ മത്സരത്തിനിറങ്ങിയ തൃശ്ശൂരിൽ 5% വർധനയുണ്ടായിട്ടുണ്ട്. 5% പോളിംഗ് തൃശ്ശൂരിൽ കൂടിയിട്ടുണ്ട്. മണലൂരിലേക്ക് എത്തിയാൽ കാര്യമായ വോട്ട് വ്യത്യാസം അവിടെ കാണുന്നില്ല. നോക്കൂ, 75.63%, 75.89%. അവിടെയും പക്ഷേ നല്ലൊരു ഫൈറ്റ് നടന്നു. TN പ്രതാപൻ കളത്തിലിറങ്ങി. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കഴിഞ്ഞ 2016 വിദ്യാഭ്യാസ മന്ത്രിയെ രവീന്ദ്രനാഥിനെ അവിടെ കളത്തിലിറക്കുമ്പോൾ അത് പ്രതിഫലിക്കേണ്ടതില്ലേ എന്നതാണ് ഒരു ചോദ്യം. മഞ്ചേശ്വരത്ത് 77.93% ഉണ്ടായിരുന്നത് 81% ഉയർന്നു. 3.11%. ഓർമ്മിക്കണം, SIRന്റെ റിവിഷന് ശേഷമാണ് ഈ 3.11% വർധനയുണ്ടായിരിക്കുന്നത്. ആക്ച്വൽ ഇഫക്റ്റിൽ ഒരു 1.5% വർധനയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റ്യാടിയിൽ 83%, 84% ഉണ്ടായിരുന്നത് 81% കുറയുകയാണ് ചെയ്തത്. കടുത്ത മത്സരം പ്രവചിച്ച കുറ്റ്യാടിയിൽ എങ്ങനെയാണ് വോട്ട് വ്യത്യാസം ഈ കുറയുന്നത് എന്നുള്ളതാണ്, നെഗറ്റീവ് ആവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിൻ്റെ വലിയ വർധനയല്ല ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ ചില മണ്ഡലങ്ങളിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് SIRനു ശേഷവും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പേരാവൂരിൽ 80% 2021. എന്നാൽ നോക്കൂ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ശൈലജ ടീച്ചറും നേരിട്ട് ഏറ്റുമുട്ടിയ പേരാവൂരിൽ 1.31% കുറവാണ്. 80.41 നിന്ന് 79.10%. ഇതിനകത്ത് ഇനി സർവീസ് വോട്ടുകളും ഹോം വോട്ടുകളും വരും. പക്ഷേ 2021 മറികടക്കുന്നില്ല. ഇതൊരു സൂചനയല്ലേ എന്നുള്ളതാണ്. പേരാവൂരിൽ കടുത്ത മത്സരം നടക്കുന്ന ആന്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ ശക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ട പേരാവൂരിൽ എങ്ങനെയാണ് വോട്ട് 1.31% കുറഞ്ഞത്? തവനൂരിൽ 75.39% ആയിരുന്നത് 77.80% മാറി. ഇത്തവണ കനത്ത പോരാട്ടമാണ് നടന്നത്. അവിടെ KT ജലീൽ വേഴ്സസ് VS ജോയ് വലിയ മത്സരമാണ്. അവിടെയും 2021 75, 2026 ആകുമ്പോൾ 77. ഇനി അമ്പലപ്പുഴയിൽ 76% ആയിരുന്നത് ഏകദേശം 77% അടുത്തുണ്ടായിരുന്ന വോട്ട് 80.75% വർദ്ധിച്ചു. ഏകദേശം 4%, 3.93% വർധനയുണ്ടായിരിക്കുന്നതായിട്ട് കാണാം അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ. പയ്യന്നൂരിൽ നോക്കൂ, വലിയ വിവാദങ്ങൾ, V കുഞ്ഞികൃഷ്ണന്റെ അടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടായ പയ്യന്നൂരിൽ 81.87% ആയിരുന്നത് 80.57% കുറഞ്ഞിരിക്കുന്നു. കായംകുളത്ത് 75.47% ആയത് 75.71%. കാര്യമായ വ്യത്യാസം കായംകുളത്ത് കാണുന്നില്ല. പാലായിൽ കടുത്ത മത്സരം നടന്ന പാലായിൽ ജോസ് കെ മാണി വീണ്ടും മാണി സി കാപ്പനെയും ഷോൺ ജോർജിനെയും നേരിട്ട ത്രികോണ മത്സരം നടന്ന പാലായിലും വലിയ വ്യത്യാസമില്ല. 75.26%, 75.07%. കൊട്ടാരക്കരയിൽ 74.60% നിന്ന് നേരിയ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. SIRന്റെ റിവിഷന്റെ വർധന നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇമ്മെറ്റീരിയലാണ് കൊട്ടാരക്കരയിലെ വർധനയെന്ന് കാണാം. ആറന്മുളയിൽ പക്ഷേ 68.13% ആയിരുന്നത് 71.50% വർദ്ധിച്ചു. 3.37%. അതും റിവിഷൻ കഴിഞ്ഞ് നോക്കിയാൽ ഒരു 1.5% വർധനവ്. എന്നാൽ നിയമമണ്ഡലത്തിൽ അങ്ങനെയല്ല. നിയമമണ്ഡലത്തിൽ 2021 71.49% ആയിരുന്നത് 80.62% കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 9.13% വർധനയുണ്ടായിരിക്കുന്നതായിട്ട് കാണാം നിയമമണ്ഡലത്തിൽ. വട്ടിയൂർക്കാവിൽ 66% ആയിരുന്നത് 77% ഉയർന്നിട്ടുണ്ട് എന്ന് കാണാം. ഏകദേശം 11% വർധനവ് വട്ടിയൂർക്കാവ്.
നേമം വട്ടിയൂർക്കാവ് ഈ 2 മണ്ഡലങ്ങൾ പ്രേക്ഷകർ കുറിച്ചു വെച്ചോളൂ. വലിയ വർധനമുണ്ടായിരിക്കുന്നത് SIR-ന് ശേഷവും വലിയ വർധനയുണ്ടായിരിക്കുന്നത് ചില സൂചനകളാണ്. തൃത്താലയിൽ കടുത്ത മത്സരമാണ് VT ബൽറാമും MB രാജേഷും തമ്മിൽ നടന്നത്. പക്ഷേ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 78.54%, 78.73%, നേരിയ വർധനവ് മാത്രമാണ്. അതും SIR-ന്റെ കണക്ക് കൂടി വരുമ്പോൾ ഇമ്മെറ്റീരിയലാണ്. ഇടുക്കിയിൽ പക്ഷേ 70.64%, 75.40% മാറിയിട്ടുണ്ട്. അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ റോയ് കെ പൗലോസ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഏകദേശം 4.76% വർധനയുണ്ടായിട്ടുണ്ട്. പാലക്കാട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വലിയ വർധനയുണ്ടായ നേമം വട്ടിയൂർക്കാവ് പോലെ പാലക്കാടും വലിയൊരു വർധനയുണ്ട്. 75.44%-ൽ നിന്ന് 82.33%-ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6.89% വർധന. കഴക്കൂട്ടത്തും വർധനയുണ്ടായിട്ടുണ്ട്. 71.37%, 78.62%-ആയി മാറി. 7.25% വർധന. കൊച്ചിയിൽ വർധനയുണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കൊച്ചിയിൽ മാക്സി വേഴ്സസ് ഷിയാസ് മത്സരിക്കാൻ ഇറങ്ങുന്നു. 70.93%-ൽ നിന്ന് 80.33%, 9.40% വർധനയുണ്ടാകുന്നു. അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെയല്ല വോട്ട് വർധനയുണ്ടായിരിക്കുന്നതെന്ന് കാണാം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്തും വട്ടിയൂർക്കാവിലും 10% വർധന, പാലക്കാട് വരുമ്പോൾ അത് 7% വർധന. കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ BJP ഒരു ഫാക്ടർ അല്ലാതിരുന്നിട്ട് കൂടി അവിടെ ഏകദേശം 9.40% വർധന. എന്നിങ്ങനെ വ്യത്യസ്തമായ തലത്തിലാണ്. എന്നാൽ പേരാമ്പ്രയിലും കുറ്റാടിയിലും അടക്കം പോളിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടാവുന്നു. തൃത്താല അടക്കം വലിയ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സ്മൃതി, നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെയല്ല പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത് അഥവാ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത്. പൊതുവെ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനം ഒരു 2-3%. SIR കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1.5% നേരിയ വർധനവേ കേരളത്തിലുടനീളമുള്ളൂ. ഏറ്റവും ടൈറ്റായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിയമത്തിൻ്റെ അത്ര കൂടിയിട്ടില്ല. ചില മണ്ഡലങ്ങളിലാണെങ്കിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ വെച്ചൊരു പ്രഡിക്ഷൻ ഈ ഘട്ടത്തിൽ സാധ്യമാണോ? സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോളിംഗ് ശതമാനം ഇപ്പോൾ കൂടിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ 10-30 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത്. 78 കടന്നിരിക്കുന്നു. അപ്പോഴും 80-ലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴും പൂർണ്ണമായ കണക്കാണോ എന്ന് എനിക്ക് സംശയവുമുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനമല്ല യഥാർത്ഥത്തിലെ വിഷയം. പക്ഷേ ഇവിടെ പ്രവചനാതീതമാണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും. അതായത് രാഷ്ട്രീയ ഗതി മാറുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു ഭരണമാറ്റമാണ് എനിക്ക് തോന്നുന്നത്. ഭരണമാറ്റത്തിന് ഉള്ള സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയി, രാവിലെ തന്നെ വന്ന നീണ്ട ക്യൂ ആയി, അതായത് ഒരു സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി തന്നെ പരിണമിക്കുന്ന രീതിയിൽ ബൂത്തുകളിൽ ആ രീതിയിലൊരു വലിയ ക്യൂ ഉണ്ടായിരുന്നു, ക്യൂ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പാനന്തരം നടക്കുന്ന പ്രതികരണങ്ങൾ കൂടി, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട, സർക്കാരിനെ ഏറ്റവും അധികം പിന്തുണച്ചുകൊണ്ടിരുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ന്യായീകരണം ചമച്ചിരുന്ന ഇടത് ബുദ്ധിജീവികൾക്കിടയിൽ തന്നെ വന്നിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM-ന്റെ പതിവ് രീതികൾ വിട്ടുകൊണ്ട് ഒരൊറ്റ നേതാവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിലേക്ക്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പിണറായി വിജയൻ എന്നൊരൊറ്റ നേതാവാണ്. എത്ര പറഞ്ഞാലും നമ്മൾ കാണുന്നതാണ്, റോഡിലേക്ക് ഇറങ്ങിയാൽ ഓരോ 100 മീറ്ററിലും ഹോർഡിങ്സ് കാണുകയാണ്. പിണറായി വിജയൻ എന്നൊരൊറ്റ നേതാവിനെ ഇതിനു മുന്നേയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു? നമ്മൾക്ക് LDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാം. അത് വീഡിയോ ആയിട്ടാണ് പ്രചരിച്ചിരുന്നത്. അതിൽ VS അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്, കോടിയേരിയുണ്ട്, കാനമുണ്ട്. അങ്ങനെ മുഴുവൻ നേതാക്കളുമുള്ള നേതാക്കളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതായത് തിരഞ്ഞെടുപ്പിനെ ഇവർ നയിക്കുന്നു എന്ന രൂപത്തിൽ. 2021 എന്നുള്ളത് മറ്റൊരു സാഹചര്യമാണ്. അത് കോവിഡ് സാഹചര്യം കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഒരു വിശ്വാസം ജനങ്ങൾക്ക്, ഒരു രക്ഷകൻ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് തുടരുമ്പോൾ ആ രക്ഷകൻ്റെ ഭാവം മാറി, രക്ഷകൻ വേറൊരു രൂപത്തിലേക്കായി മാറുകയും ഇവിടെ എന്താണ് മേലാളനും അടിയാളനും എന്ന രൂപത്തിലേക്കൊക്കെ മാറുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട, സർക്കാർ ഇപ്പോൾ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിലാകെ നമ്മൾ കേട്ടത് എന്താണ്? രാഷ്ട്രീയം പറയരുത്, രാഷ്ട്രീയം എന്തിനാണ് പറയുന്നത്, നിങ്ങൾക്ക് വികസനം പറഞ്ഞാൽ പോരെ, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കൂ എന്ന പ്രതികരണമാണ് കണ്ടത്. രാഷ്ട്രീയം പറയുന്നത് ഭയങ്കര അരോചകമായി കാണുകയാണ്. രാഷ്ട്രീയം സംസാരിച്ചേ കൂടാ. ഇവിടെ വികസനം മാത്രം പറയുക, ഇവിടെ റോഡിൻ്റെ വികസനം പറയുക, പാലങ്ങളുടെ വികസനം പറയുക, ഞങ്ങളിതാ ജനക്ഷേമ പദ്ധതികൾ, ഞങ്ങളിതാ പെൻഷൻ തരുന്നില്ലേ, ഇതൊക്കെ തന്നെയും ഞങ്ങൾ തരുന്ന ഒരു ഔദാര്യം എന്ന മട്ടിൽ ആയിപ്പോകുന്ന ഒരു ഉദ്ദേശിച്ചിട്ടല്ല ആണെങ്കിലും ആ പ്രതികരണം ആ രൂപത്തിലാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ക്ഷേമ പെൻഷൻ നടപ്പാക്കിയിട്ടുള്ളത് ഈ 10 വർഷത്തിനിടയിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി അതിനു മുന്നത്തെ വർഷങ്ങളുമായി 10 വർഷത്തിനപ്പുറത്തേക്കുള്ള ഈ താരതമ്യങ്ങൾ നടക്കുമ്പോൾ വർഷങ്ങൾ ഇപ്പോഴും ഇത്ര കഴിഞ്ഞു പോകുമ്പോഴുള്ള
സാമ്പത്തികമായ ലോകക്രമത്തിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റം, ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം, ഇതൊക്കെ തന്നെയും കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് നോക്കാതെ 10 വർഷത്തിനപ്പുറമുള്ള കാര്യങ്ങളെ വേറെ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിമർശനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു എന്താ പറയുക, അടച്ചിട്ട ജനാലകളും വാതിലുകളും എന്ന രൂപത്തിൽ പല കാര്യങ്ങളും എന്താണ് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ തന്നെ നോക്കൂ. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്തൊരു 10 വർഷമാണ് കടന്നു വരിക്കുന്നത്. ഒരു വാർത്ത പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ട സംവിധാനമായിരുന്നു. അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് പുറത്തേക്ക് വന്നുകൂടെ ഒരു രഹസ്യ സ്വഭാവം എല്ലാത്തിനും വെക്കുന്ന രൂപത്തിലേക്ക് അത് മാറുകയായിരുന്നു. അതിലിപ്പോൾ സോളാർ കേസൊക്കെ വേണമെങ്കിൽ മറുവാദമായി ഉന്നയിക്കാം. അങ്ങനെയല്ലല്ലോ. മാധ്യമപ്രവർത്തകർ അങ്ങോട്ടേക്ക് കടന്നു ചെന്നാൽ, വാർത്ത പുറത്തേക്ക് പോയാൽ എന്തോ കുഴപ്പമുണ്ട്, എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ പരാജയം സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ കരുതുന്നു പരാജയം സംഭവിക്കും, അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്നത് ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെയാണെന്ന് ഞാൻ ഏറ്റവും ആദ്യത്തെ കാരണമായി കാണുന്നു. പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവ്, ഇനിയിപ്പോൾ വിജയിക്കുകയാണെങ്കിലും അദ്ദേഹം എന്ന ഒരൊറ്റ പേരാണ് കേട്ടോ കാരണം. വിജയിക്കുകയാണെങ്കിലും പിണറായി വിജയൻ എന്ന ഒറ്റ കാരണമായിരിക്കും, പരാജയപ്പെടുകയാണെങ്കിലും പിണറായി വിജയൻ എന്ന ഒരൊറ്റ പേരായിരിക്കും. അത് അവർ അംഗീകരിക്കുമോ, അത് സമ്മതിച്ചു തരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. കാരണം കുറച്ചുകൂടി പറഞ്ഞോട്ടെ, ഇവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ വോട്ടിങ്ങിൽ നടന്നിട്ടുണ്ട് എന്നൊരു വാദം പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരാനുള്ളൊരു കാരണമുണ്ടല്ലോ. ഇവിടെ ന്യൂനപക്ഷം അരക്ഷിതമായിരിക്കുന്ന സാഹചര്യം ആര് സൃഷ്ടിച്ചു? ഇവിടെ വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവ് ഇതിലൊക്കെ എത്ര പ്രധാനപ്പെട്ട ഘടകമായി എന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. അപ്പുറത്ത് അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷ വോട്ട് ലഭിക്കാൻ വേണ്ടി എടുത്ത സമീപനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ BJPക്കും CPM-നും ഒരേ സ്വരമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പ്രതിഫലിക്കും. ഇനി ഈ ക്ഷേമ പദ്ധതികൾ എല്ലാം നടപ്പാക്കിയെന്ന് പറയുമ്പോൾ, അതിദാരിദ്ര്യം മുക്തമാക്കി എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗം അതിന് പുറത്ത് നിൽക്കുകയാണ്. SC/ST വിഭാഗങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടാതിരിക്കുന്നുണ്ട്. ദളിത് വിഭാഗങ്ങൾ വല്ലാതെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും പഠനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രശ്നം, അതോടൊപ്പം തന്നെ തൊഴിൽരഹിതരായ യുവാക്കൾ എന്നുള്ളൊരു വിഷയമാണ്, വിലക്കയറ്റം എന്നുള്ള വിഷയമാണ്. ഇതൊക്കെ തന്നെയും ബാധിക്കുമെന്നേ. എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടെ റോഡ് വന്നില്ലേ, വികസനം വന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന വാദം കൊണ്ട് അത് മറികടക്കാൻ കഴിയില്ല. ഇനി മുദ്രാവാക്യത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരാണ് വേറെ നിങ്ങൾക്ക് കാര്യങ്ങൾ തരാനെന്ന് പറയുമ്പോൾ അതിലൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാവമുണ്ട്. അതൊരു ശരിയായ മുദ്രാവാക്യമാണോ എന്നുള്ളതും ഞാൻ സംശയിക്കുകയാണ്. ഞങ്ങൾ എന്നതിൽ പകരം ഞങ്ങൾ എന്നല്ല ഉദ്ദേശിച്ച് ഞാൻ എന്ന് തന്നെയാണ് ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ടുപിടിക്കുന്ന ഒരൊറ്റ ചിത്രമാണ്, ഒരൊറ്റ മുഖമാണ്. CPM-ന് പതിവില്ലാത്തതാണ്. അങ്ങനെ CPM ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും അത് വെട്ടിക്കളയുന്ന രൂപത്തിലും VS-ന് വന്നിരുന്ന പിന്തുണയെ ഏത് രൂപത്തിൽ അതിനെ എതിർത്തു. VS എന്നൊരൊറ്റ നേതാവിലേക്കല്ല ചുരുങ്ങേണ്ടതെന്ന രൂപത്തിൽ അതെങ്ങനെയാണ് അത് ഇല്ലാതാക്കിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പിണറായി വിജയനിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നു. CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്ന രൂപത്തിലൊക്കെ പറയുമ്പോഴും ഇതൊരു പ്രധാന ഘടകമായിരിക്കുന്നു എന്നുള്ള പരാജയം സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം അതാണ്. മാത്രമല്ല ഇതിവിടെ വരാൻ പോകുന്നത് ഒരു തരംഗമായിരിക്കും. 90-ലധികം സീറ്റിലെ ഒരു വിജയമായിരിക്കും ഈ പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രവചനാതീതമല്ല. പ്രവചനാതീതമാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രവചനാതീതമാണോ മധു? സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും കേരളം ആര് ഭരിക്കുമെന്ന് കണക്കുകൂട്ടി എഴുതാൻ പോകുന്ന പ്രവചന സിംഹങ്ങളും വിശ്വനാഥൻ ആനന്ദമാരും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതേ ബൂത്തുകളിലാണ് ഇവർ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്നത്. ഇതേ ബൂത്തുകളിൽ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത്രയും കാലം സെൻസ് ചെയ്യാൻ കഴിയാത്ത എന്ത് പ്രതിഭാസമാണ് ഇന്നലെ ഒരു പകലും രാത്രിയും കൊണ്ട്. നോക്കൂ, ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇവരെ ആരെയും കാണിച്ചുകൊണ്ടല്ല. ഇവിടെ ഇത്രയും അധികം സർവേകൾ വന്നു. നാട്ടുകാരോട് നേരിട്ട് ചോദിച്ചുകൊണ്ടാണല്ലോ, നേരിട്ട് വോട്ട് ചെയ്തുമൊക്കെയാണല്ലോ സർവേകളും ഈ പ്രവചനങ്ങളുമൊക്കെ ഉണ്ടായത്. അതൊക്കെ ഒരു സ്ലൈറ്റ് എഡ്ജ് LDF-ന് കൊടുത്തുകൊണ്ടാണ് ഏറിയ കൂറ് സർവേ ഫലങ്ങളും പുറത്തു വന്നത്. ഇനി ശരി, ഒരു തരത്തിലുള്ള മാറ്റമുണ്ടാകുമ്പോഴും അതൊരു സ്ലൈറ്റ് എഡ്ജ് ഒരു പക്ഷേ UDF-നുണ്ടാകും. ഞാൻ LDF-ഓ UDF-ഓ വിജയിക്കും എന്ന് പറയാൻ ഉള്ള രാഷ്ട്രീയ പ്രാവീണ്യമുള്ള ഒരാളല്ല. ഞാനത് അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം 2000-ന് ശേഷം ഇന്നലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ വന്ന സമയത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയും ഭൂപടവും അപ്പാടെ മാറ്റി എഴുതപ്പെട്ടതാണ്. അതിൽ സ്വാഭാവികമായ മേൽക്കൈ എന്ന് പറയുന്നത് LDF-ന് അനുകൂലമാണ്. അവിടെ മാറ്റമുണ്ടാകും. സ്വാഭാവികമായും ഒരു ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ 10 വർഷം ഒരു സർക്കാർ ഭരിക്കുകയാണ്, സർക്കാരിന് എതിരായ ഒരു വിധിയെഴുത്ത് വേണമെന്ന് ആളുകൾ ചിന്തിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അതിലൊരു മാറ്റമുണ്ടാകും. പക്ഷെ അത് ഈ പ്രവചിക്കപ്പെടുന്നത് പോലെ 100 സീറ്റിന് മേൽക്കൈ UDF-ന് കിട്ടും എന്നാൽ ഞാൻ
വിചാരിക്കുന്നില്ല എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇപ്പം നോക്കൂ, കോൺഗ്രസ് വിചാരിക്കുന്നത് 100 സീറ്റിന് മുകളിൽ എന്നുള്ളതാണ്. ഇന്ന് KPCC അധ്യക്ഷനടക്കം എല്ലാവരും പറയുന്നത് 100 സീറ്റിന് മുകളിൽ വിജയമുണ്ടാകും. KC വേണുഗോപാൽ പറയുന്നുണ്ട് 100 സീറ്റിന് മുകളിൽ വിജയമുണ്ടാകും, ആരും വനവാസത്തിന് പോകേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ആത്മവിശ്വാസ പ്രകടനമാണ്. നോക്കൂ, തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് നമ്മൾ തോക്കും എന്ന് കോൺഗ്രസ്സുകാരോട് പറയാൻ പറ്റുമോ? നമുക്ക് കഷ്ടിച്ച് 72 സീറ്റ് കിട്ടും എന്നൊരു പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റുമോ? ഇല്ല, അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് നമുക്ക് വലിയ വിക്ടറി ഉണ്ടാകും എന്നാണ്. അങ്ങനെ പറയുന്ന ആളാണ് ഒരു ലീഡർ. അത് ഇന്നലെ വരെയാണ് പ്രാബല്യത്തിൽ നിൽക്കുന്നത്. അതിനുശേഷം യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതികരണമാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്നു. അതിപ്പം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബോധ്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഈ കണക്ക് കൂട്ടി പറയുന്ന വിദ്വാൻമാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി CPM ഇത് നോക്കൂ. ഇപ്പം ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് LDFന് 87 സീറ്റാണ്. കോൺഗ്രസ് ഒരുപക്ഷെ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. UDF എത്ര സീറ്റ് പിടിച്ചെടുക്കണം വിജയിക്കണമെങ്കിൽ? 29 സീറ്റ് പിടിച്ചെടുക്കണം. 29 സീറ്റ് പിടിച്ചെടുക്കണം. 71 സീറ്റ് വേണമെങ്കിൽ 71 സീറ്റ് വേണമെങ്കിൽ നിലവിലുള്ളത് 42 ആണ്. 42 ഉപതെരഞ്ഞെടുപ്പ് കൂടി അപ്പൊ 42, 29 സീറ്റ് പിടിച്ചെടുക്കണം. ഇനി 100 ആകണമെങ്കിലോ? 100 ആകണമെങ്കിൽ 58 സീറ്റ് പിടിച്ചെടുക്കണം. 29 സീറ്റ് ഒരു വേവിന് തിരിച്ചു കിട്ടും എന്ന് വിചാരിക്കുക. 58 സീറ്റിലെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെങ്കിൽ കേരളത്തെ അട്ടപട്ടലം മാറ്റി എഴുതുന്ന വല്ല രാഷ്ട്രീയ ചുഴലിക്കാറ്റും സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ അതിനെ ചരിത്രപരമായ ഒരു മാറ്റം എന്ന നിലയ്ക്ക് കാണാനും പഠിക്കാനും തയ്യാറാണ്. അത് ഈ സമയത്തിരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനി LDFന് തോക്കാൻ നഷ്ടപ്പെടുന്ന സീറ്റുകളുടെ എത്ര എണ്ണമാണ്? 28 സീറ്റുകൾ. ഇന്നലെ പറഞ്ഞല്ലോ, 26 സീറ്റുകൾ കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്ന സീറ്റുകളാണ് ഇത്തവണ. അതുകൊണ്ടാണ് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ 40 സീറ്റിലേക്ക് LDFനെ ഒതുക്കണമെങ്കിൽ 100 സീറ്റ് അപ്പുറത്ത് കിട്ടണമല്ലോ. 40 സീറ്റുകളിലേക്ക് ഒതുക്കണമെങ്കിൽ 100 സീറ്റ് അപ്പുറത്ത് കിട്ടണമല്ലോ. അത്രയും വലിയ, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചുഴലിക്കാറ്റ് എങ്ങനെ സംഭവിക്കും എന്നത് സംബന്ധിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ജില്ല എടുക്കാം. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണത്തെ പോളിംഗ് പെർസെന്റ് എത്രയാണ്? ജില്ലയിലാകെ 81%. ഈ 81% ഇതിനു മുമ്പ് കോഴിക്കോട് ഉണ്ടായിട്ടില്ലേ? കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. 81.89. അതായത് ഈ 2026 പോൾ ചെയ്തതിനേക്കാൾ നേരിയ കൂടുതൽ പോളിംഗ് ശതമാനം 2016 കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 2016 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് പെർസെന്റ് കൂടുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏകപക്ഷീയമായ UDF വിജയമുണ്ടാകും എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. 2021 80.49, 2016 നേരത്തെ പറഞ്ഞതുപോലെ 81.89, 2011 81.27. അപ്പോൾ പോളിംഗ് ശതമാനം കൂടി ആരാ ജയിച്ചത്? ഒരു ജില്ലയിൽ തന്നെ പോളിംഗ് ശതമാനം 81 വന്നപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ LDFും UDFും ജയിക്കും. പോളിംഗ് പെർസെന്റ് മാത്രം വെച്ച് കണക്ക് കൂട്ടുമ്പം 81% കോഴിക്കോട് ജില്ലയിൽ 2 തവണ ഉണ്ടായിട്ടുണ്ട്. ആ 2 തവണയിൽ 2 മുന്നണികളാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പോളിംഗ് പെർസെന്റ് വെച്ച് കണക്ക് കൂട്ടുന്നതെന്ന് വിഷയ വിദഗ്ധർ പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇനി ഈ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റ്. 13 സീറ്റിൽ 11 സീറ്റ് LDFന്റെ. കുറ്റ്യാടി, നാദാപുരം, വടകര മണ്ഡലങ്ങളിൽ പോളിംഗ് പെർസെന്റ് കുറവാണ്. അത് ഈ പറയുന്ന പ്രവാസി വോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ കാര്യമായി അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 8 സീറ്റാണ് UDFന്റെ പ്രതീക്ഷ. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? ഇത്തവണ ഇപ്പം ന്യൂനപക്ഷ ഒരു വോട്ട് കേന്ദ്രീകൃതമായ സ്വഭാവം ഉണ്ടായെന്ന് സ്മൃതി മാഡം പറഞ്ഞല്ലോ. ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പെടുമോ എന്നുള്ളൊരാശങ്ക വലിയ തോതിൽ മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രവാസി വോട്ടുകൾ മിസ്സായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഒന്ന് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. സാധാരണഗതിയിൽ വോട്ട് ചെയ്യാത്ത മനുഷ്യർ പോലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന്. കാരണം SIR ഒരു വലിയ ആശങ്കയായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ ഈ രേഖകൾ വെച്ച് വോട്ട് രേഖപ്പെടുത്തി എന്ന ഒരു രേഖ വേണ്ടതുണ്ട്. അത് അവരുടെ അരക്ഷിതാവസ്ഥയാണ്. ആ അരക്ഷിതാവസ്ഥ വോട്ടായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ആര് എന്ന് നേരത്തെ സ്മൃതി മാഡം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന, മുഖ്യമന്ത്രി ഹിന്ദുവിൽ കൊടുത്ത അഭിമുഖം, അതൊക്കെ വലിയ ചർച്ചയായ നാടാണ് ഇവിടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുക സംസ്ഥാനത്ത്? അദ്ദേഹം VD സതീശൻ യോഗ്യനാണ് എന്ന് പറയുന്നു. യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് അദ്ദേഹമാണോ കാലാകാലങ്ങളിൽ ഇഷ്യൂ ചെയ്യുക? ആണോ?
പിണറായി വിജയൻ ഭക്തനാണെന്ന് പറയുന്നു. ഭക്തന്മാരുടെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം അവിടെ നിന്നാണോ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന ചില പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജുകൾ അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ തരത്തിലുള്ള ധ്രുവീകരണത്തിന് നമ്മൾ റിയൽ കേരള സ്റ്റോറി, നമ്മൾ കേരളത്തിൻ്റെ മതേതരത്വം, കേരളത്തിൻ്റെ ഒരു മതേതരത്വ സ്വഭാവം, സൗഹാർദ്ദം എന്നൊക്കെ ആഘോഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിന് പോറലേൽപ്പിക്കുക, അതിന് ക്ഷതമേൽപ്പിക്കുക തുടങ്ങിയത് ഒരു അവകാശം പോലെയും ഒരു വിനോദം പോലെയും കൈയാളുന്ന ചില മനുഷ്യരുണ്ട്. അവരൊക്കെ അത് വകവെച്ചു കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ അനുഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അടുത്ത കാര്യം നോക്കൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 സീറ്റാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് UDF പ്രതീക്ഷിക്കുന്നത്. 10 ഇടത്താണ് കോഴിക്കോട് ജില്ലയിൽ തദ്ദേശത്തിൽ, ഈ 13 മണ്ഡലങ്ങളിൽ 10 ഇടത്താണ് തദ്ദേശത്തിൽ UDFന് മുന്നേറ്റമുള്ളത്. അത് വലിയൊരു സംഖ്യയാണ്. അതാണ് UDFന്റെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. പക്ഷെ നോക്കൂ, പക്ഷെ അവിടെ കോൺഗ്രസ് എന്ന നിലയ്ക്ക് എത്ര സീറ്റുണ്ട്? ഇപ്പം വടകരയും കൊടുവള്ളിയും നമുക്ക് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. അവിടെ എത്ര സീറ്റ് കോൺഗ്രസിനുണ്ട്? 2001 ശേഷം കോൺഗ്രസിന് സീറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ നിന്നാണ് ഈ സീറ്റുകൾ അധികം, അതായത് 2 സീറ്റ് ഘടകകക്ഷികളുടേത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ബാക്കി 8 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 6 സീറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഭരണ തുടർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയ്ക്കുള്ള മാർജിൻ എന്ന് പറയുന്നത് ഒരു വേഫത്തിൻ മാർജിൻ മാത്രമാണ്. ഞാൻ ഇത്രയും കാലം ഈ പറയുന്ന പത്രം വായിച്ചും നാട്ടുകാരുടെ അഭിപ്രായം കേട്ടുമൊക്കെ ഉള്ള എൻ്റെ അറിവ് വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്, വലിയ മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ സത്യമായും ചരിത്രപരമായൊരു മാറ്റം ഈ രാഷ്ട്രീയ ഭൂപടത്തെയും പൊളിറ്റിക്സിൻ്റെ ഇതുവരെയുള്ള ട്രെൻഡും സാമുദായിക സമവാക്യങ്ങൾക്കും ഒക്കെ അപ്പുറത്തുണ്ടെങ്കിൽ ഞാനിത് പഠിക്കാൻ തയ്യാറാണ്. പ്രവചനാതീതമോ എന്നുള്ളതാണ് ചോദ്യം. സുനിൽ, പ്രവചനാതീതമാണോ? പ്രവചനാതീതമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 100 സീറ്റ് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല 5 ജില്ലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും, 5 ജില്ലകൾ CPM എന്നാണ് VD സതീശൻ പറഞ്ഞത്. ആ 5 ജില്ലകൾ നോക്കിയപ്പോൾ എറണാകുളം, ഇടുക്കി, മലപ്പുറം, അതുപോലെ തന്നെ പത്തനംതിട്ട, വയനാട് ജില്ലകളാണ്. ഈ ജില്ലകളിലായി 43 സീറ്റുകളാണുള്ളത്. നിലവിൽ തന്നെ ഈ 43 സീറ്റിൽ 25 സീറ്റ് UDFൻ്റേതാണ്. 18 സീറ്റ് മാത്രമാണ് LDFൻ്റെ പക്ഷത്തുള്ളത്. ആ സീറ്റുകളാണെങ്കിൽ മാനന്തവാടി, താനൂര്, തവനൂര്, പൊന്നാനി, കളമശ്ശേരി, വൈപ്പിൻ, അതുപോലെ തന്നെ കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട്, തിരുവല്ല, അതുപോലെ റാന്നി, കോന്നി, ആറന്മുള, അടൂർ. അപ്പോൾ ഈ മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തിരുവല്ലയിൽ മാത്യു ടി തോമസാണ്. അവിടെ ആ മണ്ഡലം പിടിക്കും എന്നാണ് VD സതീശൻ പറയുന്നത്. എത്രത്തോളം അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ആറന്മുളയിലാണെങ്കിൽ വീണ ജോർജും അബിൻ വർക്കിയുമാണ്. കുമ്മൻ രാജശേഖരനുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. റാന്നിയിൽ പ്രമോദ് നാരായണനാണ്. കോന്നിയിൽ KU ജനീഷ് കുമാറാണ്. അടൂരിൽ ഒരുപക്ഷെ അടൂർ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ മണ്ഡലങ്ങൾ ഓരോന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ 18 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ 4-5 മണ്ഡലങ്ങൾ UDF പിടിച്ചാൽ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകൾ എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു വോട്ട് ശതമാനം വെച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം വെച്ച് നോക്കിയാൽ ഈ എറണാകുളത്തും ഇടുക്കിയിലും മലപ്പുറത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും കിട്ടിയിട്ടുള്ള സീറ്റ് മേൽക്കൈ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വലിയൊരു സ്വീപ്പ് ഈ ഒരു ജില്ലകളിൽ ഉണ്ടാകും എന്നത്. എറണാകുളത്ത് മുഴുവൻ സീറ്റും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വന്നതാണ്. ഇടുക്കിയിൽ മുഴുവൻ സീറ്റ് UDFന് അനുകൂലമായി വന്നതാണ്. വയനാട്ടിൽ മുഴുവൻ സീറ്റ് UDFന് അനുകൂലമായി വന്നതാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ മാറാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടായത്. ആ ഒരു സീറ്റ് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 111 സീറ്റ് UDFന് കിട്ടണം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 76 സീറ്റായി കുറഞ്ഞു. 80 തികച്ചു വന്നില്ല, 76 സീറ്റായി UDFന് അത് കുറയുകയാണ് ഉണ്ടായത്. 87 സീറ്റിലേക്ക് അത് പല കണക്കുണ്ട്. ജില്ലാ പഞ്ചായത്താണെങ്കിൽ 80-ൽ താഴെ, എന്നാൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടെ കൂട്ടുകയാണെങ്കിൽ 87. അപ്പോൾ ആ നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും അതൊരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനേ സാധിക്കില്ല. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നോക്കിയാൽ വോട്ടിംഗ് ശതമാനം ഉയർന്ന പല സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ബീഹാറിലാണെങ്കിൽ 10% വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. 57% കഴിഞ്ഞ 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ 2025 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 67% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. പക്ഷേ എന്താ സംഭവിച്ചത്?
വലിയ പരാജയത്തിൽ അവിടെ പ്രതിപക്ഷം മാറുകയുണ്ടായത്. അതായത് 2020 വലിയ തകർച്ചയാണ് അവിടെ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ടായി. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പോലും അവിടെ കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനിടയ്ക്ക് പ്രതിപക്ഷ ചേരി പിരിഞ്ഞു. ഇല്ല, നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമാണ്. അല്ല, അതിന് തൊട്ട് മുൻപേ രാഷ്ട്രീയ മാറ്റം വന്നതുകൊണ്ട് തന്നെ ആ പെർസെന്റേജ് ആപ്ലിക്കബിൾ അല്ലല്ലോ അവിടെ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ബീഹാറിൽ രാഷ്ട്രീയ മാറ്റം 2020 ശേഷം 20 ശേഷം എത്ര നേതാക്കൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്? അല്ല, നേതാക്കൾ മാറിയിട്ടുണ്ട്. പക്ഷേ 2020 അധികാരത്തിൽ വന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും 2025 വോട്ട് ശതമാനവും താരതമ്യം ചെയ്താൽ 10% വ്യത്യാസമുണ്ട്. ഈ 10% വ്യത്യാസം ഉണ്ടായി എന്നത് അവിടെ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നോക്കിയാലും സമാനമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ വോട്ട് ശതമാനം ഉയർന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല തരംഗമുണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇവിടെ ഉയർന്നിട്ടില്ല, വലിയ തോതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വെറും 2% വ്യത്യാസം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുനിൽ, 2,08,00,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അത് 2,13,00,000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം വോട്ടിന് വ്യത്യാസമാണ് ടോട്ടൽ മണ്ഡലത്തിലുള്ളത്. 140 മണ്ഡലത്തിൽ നോക്കിയാൽ അതുമാത്രം എന്താണെന്ന് പറഞ്ഞാൽ അത് ചില മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്റ്റേറ്റിൽ ബാധിച്ചിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ 10% വ്യത്യാസം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു വോട്ട് ശതമാനം വർദ്ധിച്ചു എന്നത് ഒരു UDF അനുകൂലമായ തരംഗമായിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രവചനാതീതം എന്ന് പറഞ്ഞത്. ഏതായാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ജില്ലകളിൽ ഇതിനകം തന്നെ UDF മേൽക്കൈ നേടിയ ജില്ലകളാണ്. അതേസമയം കോഴിക്കോട്ടും പാലക്കാട്ടും തിരുവനന്തപുരത്തും ഒരുപക്ഷെ വലിയ അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ, അത് തൃശ്ശൂരിലും വലിയ അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, ശതമാനം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സമീപകാലം നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2000-ൽ താഴെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള സീറ്റുകൾ പരിശോധിച്ചു. LDFന് മേൽക്കൈ കിട്ടിയ 2000-ൽ താഴെ മേൽക്കൈ കിട്ടിയ മണ്ഡലങ്ങൾ പരിശോധിച്ചു. അത് ഉദുമയുണ്ട്, അതുപോലെ തന്നെ ബാലുശ്ശേരിയുണ്ട്, കൊച്ചിയുണ്ട്, ചങ്ങനാശ്ശേരി, അരൂര്, ഉടുമ്പൻചോല, കോന്നി, അടൂര്, അതുപോലെ തന്നെ ഇരവിപുരം. ഈ 10 മണ്ഡലങ്ങളിലാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്തത്. പക്ഷേ 2000-ന് താഴെയാണ്. പലയിടത്തും 1110, അതുപോലെ 1227, അങ്ങനെ 1190, 525, 196 ഒക്കെയാണ്. ഒരു പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നാൽ ഈ പെർസെൻറ്റേജ് മാറാം. കാരണം UDF ലീഡ് ചെയ്യുന്നത് വളരെ ചെറിയ ശതമാനത്തിനാണ്. അപ്പോൾ അപ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റിൻ്റെ സൂചന ഈ ഒരു വോട്ട് ശതമാനത്തിലുണ്ട്. ഇനി LDF ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ അങ്ങനെ നോക്കിയാൽ 6 അതും ഇതുപോലെ 2000-ൽ താഴെ വോട്ട് ശതമാനം വരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 16 മുതൽ 20 വരെ സീറ്റുകളിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും അസംബ്ലിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് ഏതാണ്ട് 20-ലധികം മണ്ഡലം അല്ലെങ്കിൽ 20ഓളം മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഈ ഒരു വലിയൊരു ഭരണമാറ്റത്തിൻ്റെ സൂചന സംസ്ഥാനത്തുണ്ടായി എന്ന് ഈ ഒരു വോട്ട് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. മാത്രമല്ല, നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ BJP ശക്തമായ മത്സരം കാഴ്ചവെച്ച സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വോട്ട് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെ ഏതെങ്കിലും വിധത്തിലൊരു ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വലിയ പോർഷൻ വോട്ട് BJPയിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതും ഇവിടെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഭരണമാറ്റത്തിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് ഏതെങ്കിലും പക്ഷത്താണ് ഇപ്പോൾ കേരളത്തിലെ ജനവിധി എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പ്രവചനാതീതമോ എന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ കണക്കുകൾ UDFനെ സന്തോഷിപ്പിക്കുന്നതെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ വലിയൊരു വർധന ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല പോളിംഗ് പെർസെൻറ്റേജിൽ എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്. എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെയല്ല. കുറ്റ്യാടി മണ്ഡലത്തിൽ കുറയുന്നു, പേരാമ്പ്രയിൽ കുറയുന്നു, വട്ടിയൂർക്കാവിൽ 10% കൂടുന്നു, നേമത്ത് 10% കൂടുന്നു, കൊച്ചിയിൽ 10% കൂടുന്നു. പല മണ്ഡലങ്ങളിലും പെർസെൻറ്റേജ് കുറയുകയും ചെയ്യുന്നു. പല മണ്ഡലങ്ങളിലും പല
രീതിയിലാണ്. അതിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമുള്ള പാലക്കാട് കൂടിയിട്ടുണ്ട്, ശക്തമായ ത്രികോണ മത്സരമുള്ള നേമത്ത് 9% വർധനയുണ്ട്, വട്ടിയൂർക്കാവിൽ വർധനയുണ്ട്, കഴക്കൂട്ടത്ത് വർധനയുണ്ട്. എന്താണ് ഈ വർധന കാണിക്കുന്നത്? BJPയുടെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല ശക്തമായ പോളിംഗ് പെർസെൻറ്റേജ് ത്രികോണ മത്സരത്തിൽ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒരു 4-5 മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ബാക്കി മണ്ഡലങ്ങളിൽ ഏറിയും കുറഞ്ഞും എന്ന നിലയിലാണ് പോളിംഗ് പെർസെൻറ്റേജിൻ്റെ വർധനയും പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു യൂണിഫോമായ ഒരേപോലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പിയാസ് പറഞ്ഞ കാര്യം തന്നെയാണ്. ബീഹാറിൽ 2020-ലും 2025-ലും നടന്ന തിരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം 9.5%. എന്നിട്ടും അവിടെ ഭരണത്തിലിരുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നാൽ ബീഹാറിലെ കണക്കനുസരിച്ച് അത് ആൻറ്റി ഇൻകുംബൻസി അഥവാ സർക്കാർ വിരുദ്ധ തരംഗമാകണമെന്നില്ല. മധ്യപ്രദേശിൽ 2.5% വർധനമാണ് കഴിഞ്ഞ സർക്കാരും അതിന് തൊട്ട് മുമ്പത്തെ സർക്കാരും. ഒരേ സർക്കാർ തന്നെയാണ് അവിടെ ഭരിച്ചത്. ശിവരാജ് ചൗഹാനും മോഹൻ യാദവുമാണ്. അതിനുശേഷം 2.5% പോളിംഗ് പെർസെൻറ്റേജ് വർധനയും ഉണ്ടായി. അവിടെയും അത് സർക്കാരിനെ പിന്തുണച്ചു. ഭരണവിരുദ്ധ വികാരമല്ല, ഭരണാനുകൂല വികാരമാണ്. മഹാരാഷ്ട്രയിൽ 5% വർധനമാണ് ഉണ്ടായത്. ദേവേന്ദ്ര ഫട്നവിസിന്റെ ഏക്നാഥ് ഷിൻഡെ സർക്കാരുമായിട്ട് ആ 2 കമ്പാരിസണും നോക്കുമ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിയാൽ പോലും ആ വർധനയൊന്നും പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന ഭരണവിരുദ്ധ വികാരമോ ഭരണവിരുദ്ധ തരംഗമോ അല്ല. അടുത്തിടെ നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ വരാൻ പോകുന്നു. തമിഴ്നാട്ടിലെ പോളിംഗ് പെർസെൻറ്റേജ് നമുക്കറിയില്ല. അവിടെ പൊതുവെ വരുന്നത് എന്താ? ഒരു പ്രോ ഇൻകുംബൻസി സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. DMK വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം നടത്തും എന്ന മട്ടിലുള്ള പ്രചരണമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്തിടെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടുള്ള തരംഗം പലയിടങ്ങളിലും കാണാം. വെസ്റ്റ് ബംഗാളിൽ വരുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. അസമിൽ 5% വർധനയുണ്ടായിട്ടുണ്ട്. അവിടെ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ BJP ഭരണം നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രോ ഇൻകുംബൻസിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളിലെ വോട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂന്നിയ പ്രവർത്തനം നടത്തുന്ന സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി പല സംസ്ഥാനങ്ങളിലുമില്ല. അതല്ലെങ്കിൽ അതിനെ കടപുഴക്കി എറിയാൻ കഴിയുന്ന വലിയ ആരോപണങ്ങൾ ഉണ്ടാവണം. ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വരണം. സർക്കാർ അത്ര മോശമായിട്ട്, അതായത് ഈ മന്ത്രി കൊള്ളില്ല, ഏറ്റവും മോശം വകുപ്പായിരുന്നു ഇത് എന്ന മട്ടിലുള്ള കൃത്യമായ തെളിവോടുകൂടിയുള്ള സംഭവങ്ങൾ ഉണ്ടാവണം. നാളിതുവരെ നമ്മളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെയും ഒരു അഴിമതി കേസും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അഴിമതി ആരോപണങ്ങളൊന്നും ശക്തമായി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ആരോപണങ്ങൾ വരും. അതെല്ലാം കടലാസ് പോലെ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നതും. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് മികച്ച ഗവേണൻസ് എന്ന മട്ടിലുള്ള സാക്ഷ്യപത്രവും കിട്ടുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു പ്രതീതി നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ആ പ്രതീതി നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന മട്ടിൽ അലയടിച്ചത്. യഥാർത്ഥത്തിൽ 10 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കുറിച്ച് ജനങ്ങൾക്കുണ്ടാവാവുന്ന ഒരുതരം മടുപ്പ്, നമ്മളതിനെ ഫറ്റീഗ് എന്നാണ് പറയുക, ഒരുതരം ക്ഷീണം, അങ്ങനെ ഒരു ഫറ്റീഗ് വോട്ടർമാരിൽ ഉണ്ടായി എന്നതിനും അപ്പുറത്തേക്ക് അത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാക്കാൻ പറ്റിയതൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയോ എന്ന് ചോദിച്ചാൽ ദുസ്സഹമായി എന്ന് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളുടെ ആശുപത്രികൾ മെച്ചപ്പെട്ടില്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ മെച്ചപ്പെട്ടില്ലേ? നിങ്ങളുടെ റോഡുകൾ മെച്ചപ്പെട്ടില്ലേ? അപ്പോൾ റോഡിനെ കുറിച്ച് പറയാൻ പാടില്ല, സ്കൂളിനെ കുറിച്ച് പറയാൻ പാടില്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് പറയാൻ പാടില്ല, ഓഫീസുകളെ കുറിച്ച് പറയാൻ പാടില്ല, വില്ലേജ് ഓഫീസുകളെ കുറിച്ച് പറയാൻ പാടില്ല, സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സ്മാർട്ട് വരുന്നു അതിനെക്കുറിച്ച് പറയാൻ പാടില്ല, അതിദാരിദ്ര്യമുക്തമാവുന്നത് പറയാൻ പാടില്ല, സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ കിട്ടിത്തുടങ്ങി അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. കഴിഞ്ഞ ഓണത്തിനായിരുന്നില്ലേ ഏറ്റവും മനോഹരമായിട്ട്, ക്രിസ്മസിനും ഓണത്തിനും ഏറ്റവും മനോഹരമായിട്ട് സിവിൽ സപ്ലൈ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത്? മാതൃകാപരമായിട്ടല്ലേ പ്രവർത്തിച്ചത്? അപ്പോൾ സാധാരണ ജനങ്ങളുമായി KSRTC ലാഭത്തിലാവുന്നത് നമ്മൾ കണ്ടു. ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന വകുപ്പുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ ട്രഷറി അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സാധാരണ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന നമ്മൾ KSEBയുടെ കാര്യം പറഞ്ഞു. എപ്പോഴെങ്കിലും പവർ കട്ട് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇൻവെർട്ടർ കമ്പനി അത് വലിയ നഷ്ടത്തിലൂടിയ 10 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഈ സർക്കാർ മാറണം, ദുസ്സഹമായി തീർന്നിരിക്കുന്നു ജീവിതം എന്ന മട്ടിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുതരം ബാൻഡ് വാഗണിംഗ് ആണ്, ഒരു പ്രചരണ തന്ത്രമാണ് യഥാർത്ഥത്തിൽ UDF ഉപയോഗിച്ചത്. 2 തരത്തിലുള്ള പ്രചരണം ഉപയോഗിച്ചു. ഒന്ന് പ്രതീതി നിർമ്മാണങ്ങൾ നടത്തി, അതാണ് ഈ നറേറ്റീവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് വളരെ വ്യക്തമായി പാക്ഡ് ആയിട്ടാണ് 2 രീതിയിലാണ്. ഒന്ന് CPM-നുള്ളിൽ രണ്ടാമത്തെ തവണ കൂടി ഇനിയും ഒരിക്കൽ കൂടി വന്നാൽ പാർട്ടി ഇല്ലാതായിത്തീരുമെന്ന് പാർട്ടി ഇൻ്റലക്ച്വൽസിനെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനെ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. G.സുധാകരനെ അടർത്തിയെടുത്തത് അമ്പലപ്പുഴയെ ജയിപ്പിക്കാനല്ല, തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ അടർത്തിയെടുത്തത് തളിപ്പറമ്പിൽ വിജയിക്കാനല്ല, കുഞ്ഞികൃഷ്ണൻ അടർത്തിയെടുത്തത് പയ്യന്നൂരിൽ ജയിക്കാനുമല്ല,
പകരം CPM ഉള്ളിൽ എന്തോ ആഭ്യന്തര പ്രശ്നമുണ്ടെന്നും പാർട്ടി ഇതാ ആകെ പ്രതിസന്ധിയിലാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ ആരെ പിടിച്ചത്? പിണറായി വിജയനെ ലക്ഷ്യം വെച്ചു. പിണറായി വിജയൻ എന്നുള്ളത് പിണറായി വിജയന്റെ ബോർഡ്, EMS നമ്പൂതിരിപ്പാട് CPM ഐക്കണായിരുന്നു, AKG CPM ഐക്കണായിരുന്നില്ലേ? ആ കാലഘട്ടത്തിൽ AKG അല്ലേ എല്ലാവരും ഉയർത്തിക്കാട്ടുക? EK നായർ 1982-ലും 87-ലും EK നായർ വരുന്ന ഘട്ടത്തിൽ EK നായരെ തന്നെയല്ലേ എടുത്തു കാട്ടുക? VS അച്യുതാനന്ദൻ വരുന്ന സമയത്ത് പിന്നീടാണ് ആ പാർട്ടിയിലെ വിഭാഗീയത. പാർട്ടിയിലെ വിഭാഗീയതയില്ലാത്ത കാലഘട്ടങ്ങളിലെല്ലാം പാർട്ടിക്കൊരു മുഖമുണ്ടാവും. എന്നാൽ അതേസമയം തന്നെ മുന്നണിയിലെ മറ്റു നേതാക്കളെ നിങ്ങൾ ഡിസ്പ്ലേ ബോർഡിൽ വരണമോ? ഇത് പാർട്ടി സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രതീതി നിർമ്മാണം മറുഭാഗത്ത് നടത്തിയപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ കൊണ്ടുവന്നാണ്. ഇത് ആന്റി പിണറായിസമാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുന്നു ഒരു ഭാഗത്ത്. ഇത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്വാഭാവികം, ഇപ്പൊ നേരത്തെ പറഞ്ഞാണ്, ഇത് സ്വാഭാവിക വികസനമല്ലേ കഴിഞ്ഞ 10 വർഷം കിട്ടിയതെന്നാണ് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റാണ് സ്വാഭാവിക വികസനം. അതല്ലേ ഈ കഴിഞ്ഞ സാമ്പത്തികമായിട്ടുള്ള വികസനം സ്വാഭാവികമായി ഞാൻ പറഞ്ഞത് ഇവിടെ വിഷയങ്ങളിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുകയും റോഡ് വികസനവും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ നൽകലും ഒരുതരം ഔദാര്യമാണ് എന്ന മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ CPM നടത്തിയിരുന്ന പ്രതികരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സ്വാഭാവിക വികസനം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത വാക്കുകൾ എന്റെ അടുത്ത് പറയണം. എന്താ പറയുക, സാമ്പത്തിക വികസനം എങ്ങനെയാണ്? അത് എല്ലാ ജീവിതത്തിലും എല്ലാ മനുഷ്യരിലും ഉണ്ടായ മാറ്റമാണെന്ന് നിങ്ങളോട് രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട. അല്ലല്ല, രാഷ്ട്രീയം പറയല്ല. ഞാൻ CPM നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതികരണത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഡോക്ടർ അരുണിനെ കുറിച്ചല്ല. ഞാനിവിടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? നിങ്ങൾ ഇതാ റോഡുകൾ നോക്കൂ, നിങ്ങൾ ഇതാ വികസനം നോക്കൂ എന്ന മറുപടി യഥാർത്ഥ മറുപടിയല്ല എന്നേ ഞാൻ പറഞ്ഞു. ഡോക്ടർ ഔദാര്യമാണ് എന്ന് ആര് പറഞ്ഞു എന്ന് അങ്ങ് ചോദിച്ചപ്പോ ഞാൻ MM മണി എന്ന് പറഞ്ഞു. ഇതേ സെയിം എക്സ്പ്രഷൻ ആണ് അങ്ങ് ഇട്ടത്. അത് ഖണ്ഡിക്കുകയല്ല ഇവിടെ എന്ന് പറഞ്ഞു. പുച്ഛിക്കാണ് വേണ്ടത്. അതെന്ത് ജനാധിപത്യം? അതല്ല, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മെഷീനറി നിങ്ങളുടെ ഔദാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മെഷീനറിയാണോ പറയേണ്ടത്? പാർട്ടി പറഞ്ഞു എന്നല്ലേ പറഞ്ഞില്ലേ? പാർട്ടിയുടെ ഭാഗമോ പാർട്ടി നേതാവോ അല്ലേ? പറഞ്ഞിട്ട് പിൻവലിച്ചില്ല, വാങ്ങി ശാപ്പിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിൻവലിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? സാധാരണക്കാരന്റെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്തതിന് ശേഷം അയ്യോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്നാ ചോദിച്ചത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു MM മണി. സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡാണ്. എന്റെ ആറ്റിറ്റ്യൂഡാണ്. ജനാധിപത്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേക്കൂ, അത് അയാൾ പിൻവലിച്ചതല്ലേ? ഒരാൾ പറയുന്ന നിലയ്ക്ക് ബഹുമാനം ഇല്ലാത്തതാകാൻ പാടില്ല. ശരി, അയാൾ അത് പിൻവലിച്ചോ ഇല്ലയോ? MM മണി പിൻവലിച്ചാൽ അതിന് പ്രസക്തി പറയാൻ പാടില്ലായിരുന്നു. തീർച്ചയായും പ്രസക്തിയുണ്ട്. അവനവന്റെ അഭിപ്രായത്തിൽ ഒരാൾ കുറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അയാളുടെ പരിമിതി. അല്ല, ഒരു സംശയം, ഇപ്പോൾ MM മണി അത് പറഞ്ഞു എന്ന നിലയിലാണോ നമ്മൾ കാണുന്നത്? MM മണി പറഞ്ഞതാണോ? പിൻവലിച്ചോ? പറഞ്ഞതാണോ? നിങ്ങൾ എന്താ രാഷ്ട്രീയമായി നിൽക്കാൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിൻവലിക്കും. ഞാൻ പറഞ്ഞു തീരട്ടെ. ഒന്ന്, സർക്കാരിന്റെ ഭാഗമായി ഒരു പരസ്യം കാണിക്കും. സർക്കാർ എന്താ ഇത് ഔദാര്യമാണ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുമോ? ഇതൊക്കെ സർക്കാരിന്റെ ഏതു മിഷനറിയാണ് പരസ്യം ചെയ്തത് എന്നല്ല ഡോക്ടർ അരുൺകുമാർ ചോദിച്ചത്. ആര് പറഞ്ഞു എന്നാണ്. ആര് പറഞ്ഞു? പാർട്ടിയുടെ MLA തിരുത്തി പറഞ്ഞുവല്ലോ. തിരുത്തിയത് ബാധകമല്ലേ? ബാധകമാണ്. പക്ഷെ ആര് പറഞ്ഞു എന്ന് തിരുത്തിയില്ലെങ്കിൽ മാധു പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ലെന്നും പാർട്ടി തന്നെ തിരുത്തി. അത് MM മണി മാത്രമല്ല, അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ നിലപാടല്ലെന്ന് പറഞ്ഞു. അത് ബാധകമല്ലേ? ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പേരാണ് അതിന് മറുപടി. അത് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ തിരുത്തി എന്നാണ് അതിന് മറുപടി. പക്ഷേ ആ പറയുന്നത് എങ്ങനെയാണ്? പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവിന് പാവപ്പെട്ടവന്റെ മുഖത്ത് ചോദിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ്. രണ്ടാമത്തെ കാര്യം, അപ്പോ പാർട്ടി അതിൽ തിരുത്തിയ കാര്യമാണ്. ഞാനത് അവിടെ വിടുന്നു. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഏതെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടെന്ന് മാധുവിനോ സ്മൃതിക്കോ ചൂണ്ടിക്കാണില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല. ഞാൻ പറഞ്ഞത് ഇതാ പിടിച്ചോ ഔദാര്യം എന്ന വാചകത്തിൽ പറയുകയല്ല. ഔദാര്യമാണ് എന്ന് തോന്നിക്കുന്ന പ്രതികരണങ്ങളാണ് എല്ലാ ഘട്ടത്തിലും. ഏത് പ്രതികരണം ഏതാ നേതാവിന്റെ? ഇല്ല, എല്ലാ നേതാക്കളും ഇല്ല. നമ്മുടെ ചർച്ചകളിൽ വരുന്ന നേതാക്കളുടെയായാലും ചർച്ചകളിൽ സംസാരിക്കുന്ന നേതാക്കളുടെ ഞാൻ ആരും പേരെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കില്ല. സമീപനത്തെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏകപക്ഷീയമായി അങ്ങേക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് തോന്നിയ കാര്യം ഡോക്ടർ, എനിക്ക് തോന്നാനുള്ള കാര്യം
കാര്യം ഒരു സമീപനമാണ്. ആ സമീപനം ഒരാളുടെ ഭാഗത്ത് നിന്ന് വേണ്ടേ? സമീപനത്തിൽ 1, 2, 3 എന്ന നേതാക്കളല്ല, അതൊരു പൊതു സമീപനമായി, പൊതു സമീപനം അതൊരു എങ്ങനെ സ്വഭാവമായി, ഒരു ഉദാഹരണം ഒരു പറയൂ. പാർട്ടിക്ക് ഒരു സ്വഭാവമായി അത് മാറിയിരിക്കുന്നു ഉദാഹരണം എന്നുള്ളതാണ്. പറയൂ. ഇഷ്ടംപോലെ ഒരെണ്ണം ഉദാഹരണങ്ങൾ പറയൂ. ഇല്ല, ഞാൻ ഒരാളുടെ പേര് പറയാം. ഇഷ്ടംപോലെ ഉദാഹരണം ഉണ്ടെങ്കിൽ ഒരെണ്ണം പറയൂ. ഇല്ല, ഒന്നാമത്തെ പിണറായി വിജയൻ എന്ന ഇഷ്ടംപോലെ നേതാവിൽ ഉദാഹരണം തുടങ്ങുന്നു. ഉണ്ടെങ്കിൽ ഒരെണ്ണം പറയൂ. പിണറായി വിജയൻ എന്ന നേതാവിൽ ഇഷ്ടംപോലെ തുടങ്ങുന്നു. ഉദാഹരണം ഉണ്ടെങ്കിൽ ഒരെണ്ണം പിണറായി പറയൂ. വിജയൻ എന്ന നേതാവിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവില്ലേ? ഇഷ്ടംപോലെ പിണറായി ഉദാഹരണം വിജയൻ എന്ന നേതാവിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ? അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ക്ഷേമ എന്ന് പെൻഷൻ പരസ്യപ്പെടുത്തുന്നതാണോ അത്? 24 മണിക്കൂറും പരസ്യപ്പെടുത്തേണ്ടതേ. എല്ലാ ദിവസം 4 നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കൊടുത്ത സർക്കാർ തന്നിരിക്കുന്നല്ല. കൊടുത്ത സർക്കാർ ഇവിടെ പരസ്യപ്പെടുത്തും. ദുരിതം കൊടുക്കാത്ത സർക്കാരിന് പരസ്യപ്പെടുത്താൻ ഉണ്ടാവില്ല. ചോദ്യങ്ങളോടുള്ള എങ്ങനെ പ്രതികരണം? ചോദ്യങ്ങളോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തനം കഴിയില്ല. ശരി. ഇവിടെ ശരി. ചോദ്യം പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നമാണ്. ചോദ്യം ചോദിക്കുന്നവരോട് ചോദ്യം ചോദിക്കുന്നവരോട് ബഹളം അങ്ങനെയാണ് വെക്കുന്നത്. ചോദ്യം അസഹിഷ്ണുത. എന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് സ്മൃതി മുക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഔദാര്യമാണെന്ന് അങ്ങയുടെ ഈ ഭാഷ തന്നെയാണ്, ഈ വർത്താനാണെന്നേ, ഈ വർത്താനം ഈ ടോണും തന്നെയാണെന്നേ. നിങ്ങൾക്ക് ചോദ്യം പറ്റില്ല. ജനങ്ങളുടെ ഒന്നാമത് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ പറ്റില്ലെന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളെ നന്നായി പുകഴ്ത്തി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എത്ര വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇല്ല, പ്രതിപക്ഷ എല്ലാ ഘട്ടത്തിലൊന്നുമില്ല. നിങ്ങൾ ടാർഗറ്റ് ഒരേ ഒരു ചോദ്യം, അതേപോലെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കുമോ? ദിവസങ്ങളായി വയനാടാണ് വിഷയമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവിനോടും സണ്ണി ജോസഫിനോടും എല്ലാ വാർത്താ സമ്മേളനവും ഒരൊറ്റ ചോദ്യം ചോദിക്കുക എന്നുള്ള അജണ്ടയുമായി 1 2 പേര് വരുന്നു. അത് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ കൊടുത്തോ വീട്, താമസിക്കാൻ തുടങ്ങിയോ? നിങ്ങൾ വരൂ കേട്ടോ. സ്റ്റേജ് മാനേജ് 13 പേരെ കൊണ്ട് വീടിന്റെ പ്ലാൻ ഉണ്ടോ സ്മൃതി കോൺഗ്രസിന്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി താരതമ്യം ചെയ്യുന്ന എന്തൊരു ബുദ്ധിമോശമാണ്. നിങ്ങളുടെ പ്ലാനാണിത്. കാരണം ഇത് മാത്രം ചോദിക്കുക, ഇതാണ് കേരളത്തിലെ പ്രശ്നം എന്നുള്ള അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കോടിക്കണക്കിന് രൂപ, ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ അവിടെ 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരാശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത് വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്? ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രതീതി നിർമ്മാണം? ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ള തെളിവ് നോക്കിക്കോ. വയനാട് എനിക്കൊരു കാര്യമുള്ളൂ. വയനാട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ദുരന്തബാധിതരെ ഇതേപോലൊരു ടൗൺഷിപ്പിൽ ഈ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കയറ്റുമായിരുന്നോ?
സ്മൃതിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോന്ന് വെച്ചാൽ ജനം കൊടുത്ത ഉറപ്പുണ്ടോ? പണം സ്മൃതിക്ക് ഉറപ്പുണ്ടോ? കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ കൊടുക്കില്ല. കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് ഒരു നിമിഷം സാർ, ബീഹാറിൽ വലിയ പ്രളയമുണ്ടായി. തുടങ്ങി. ബീഹാറിലെ കാര്യങ്ങൾ ഞാൻ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലെ കാര്യമാണ്. കോൺഗ്രസ് ഭരിച്ച ഗുജറാത്തിലും ലാത്തൂരിലെ ഭൂകമ്പത്തിന് ശേഷം അവിടെ എനിക്ക് തർക്കമില്ല. എനിക്ക് കേരളത്തിലെ എന്താണ്? ഇല്ല, കേരളത്തിലെ നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ ഉടനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. അതല്ലേ വിശകലനം. അവിടെയൊക്കെ കോൺഗ്രസ് പലരും BJP-യിലേക്ക് പോയ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചുള്ള കാര്യം പോയിട്ടുണ്ട്. ഇത്തവണ 12 പേര് കോൺഗ്രസ് ഇവിടുത്തെ കാര്യം ഓഖി വീടുകൾ ഒന്ന് നോക്കൂ. ഓഖി വീടുകളും ഈ വയനാട് പുനരധിവാസത്തിന് വീടുകളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്ത് നിങ്ങൾ എങ്ങനെയൊക്കെയാ താരതമ്യം ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഓഖിയുടെ വീട് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു കൊടുത്ത ഓഖിയുടെ വീടുകൾ, സുനാമി ബാധിതരായിട്ടുള്ളവരുടെ വീടുകൾ എങ്ങനെ ഇരിക്കുന്നറിയോ? എന്റെ അവസ്ഥ വളരെ മോശമാണ്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും. അതാണോ ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുത്ത വീട്? ടൗൺഷിപ്പിലേക്ക് കയറി താമസിക്കട്ടെ, അതുവരെ നോക്കൂ, അത് ആ വീട് അവിടെ സജ്ജമാണ്. ഇത് നോക്കൂ, ഇങ്ങനെ മേനി പറയാതിരിക്കും. അത് കയറി താമസിക്കുമ്പോഴേ അത് പൂർണ്ണമായും വീട് കൊടുത്തു എന്ന് അർത്ഥമാകുന്നുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ താമസിക്കട്ടെ, താമസിക്കാൻ വെള്ളവും വെളിച്ചവും ആയിട്ടില്ല. എന്താണ് താമസം? 2 വർഷത്തിൽ ഇത്രയും സമയം എടുത്ത എങ്ങനെയാണ്? 2 വർഷമോ? എന്നാ ഭൂമി കിട്ടുന്നത്? കേസ് അവസാനിക്കുന്നത്? കേസ് അവസാനിച്ച് പൈസ കെട്ടിവെക്കുന്നത്? ഇത്രയും വേഗം നിർമ്മാണം നടന്ന ഒരു പുനരധിവാസ ടൗൺഷിപ്പിന്റെ പേര് സ്മൃതിക്ക് പറയാം. ശരി, കേസുള്ള ഭൂമി തന്നെ എടുക്കണം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഭൂമി നിങ്ങൾ തീരുമാനിച്ചല്ലേ? ഭൂമി വേണ്ടേ? ഇത്രയും വലിയ ഭൂമി ഭൂമി നമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പ്ലാൻ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല ഞാൻ ഒരു കാര്യം കോൺഗ്രസ് കയ്യിൽ നിന്ന് ചില്ലി കാശ് വെച്ചൊരു വീട് ഇതേവരെ കൊടുത്തിട്ടില്ല. ഒരു വീട് പ്ലാൻ നടന്നിട്ടില്ല. കടക്കുമ്പോഴും വയനാട് തന്നെ പറയാനുള്ള അഴിമതി ആരോപണത്തിൽ വിധേയനായ പ്രതിപക്ഷവും അഴിമതി ആരോപണം ഇല്ലാത്ത ഭരണപക്ഷവും തമ്മിലായിരുന്നു ഇത്തവണ പോരാട്ടം. അഴിമതിയില്ല നിങ്ങൾ പറയുന്നു. ഈ ഹോർഡിങ്ങളുടെ പൈസ എടുക്കുന്നേ, ഹോർഡിങ്ങളെ കണക്കെടുക്ക്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നതല്ലേ? ഇത് തെരഞ്ഞെടുപ്പിൽ വെക്കുന്നതല്ലേ? ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? പൈസ ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? സ്ഥലത്ത് ഹോർഡിംഗ് മീറ്ററിന് 100 മീറ്ററിന് ഹോർഡിംഗ് എങ്ങനെയാണ്? പുതിയുഗ യാത്രയുടെ പൈസ എവിടുന്ന? ശരി, സർക്കാരാണല്ലോ. പുതിയുഗ യാത്രയുടെ പൈസ എവിടുന്ന? എന്ത് പുതിയുഗ യാത്രയുടെ പരസ്യം എവിടുന്ന? പുതിയുഗ യാത്രയുടെ പരസ്യത്തിന് ചെലവ് എവിടുന്ന? മനസ്സിലായില്ല. പുതിയുഗ യാത്ര VD സതീശൻ നടത്തിയല്ലോ. മുക്കിനല്ല, ജംഗ്ഷൻ മാത്രമല്ല, കടയ്ക്ക് മുന്നിൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഓരോ 100 മീറ്ററിലും കാണാം പുതിയുഗ യാത്രയുടെ പരസ്യം. അതെവിടെ നിന്ന്? അത് പറയൂ. അതേപോലെ തന്നെയാണ്, പാർട്ടിയുടെ ചെലവിൽ തന്നെയാണിത്. പാർട്ടിയുടെ ചെലവിലാണോ? എന്താ സംശയം? അതായത് ഞാൻ അങ്ങനെ ആവശ്യമുള്ളല്ലേ പറഞ്ഞുതരാം. PRD ഇവിടെ സർക്കാരിന്റെ പരസ്യങ്ങൾ കൊടുക്കാൻ 1 മാസം കൊടുത്ത ഹോർഡിങ്ങൾ നിമിഷങ്ങൾക്കകം അതിനുശേഷം ഇത് പിണറായി വിജയന്റെ പടമായി മാറുന്നത്. അരുൺ സാറേ, ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലെയർ ചെയ്ത് അന്ന് തുടങ്ങി കേരളത്തിലിരിക്കുന്ന മുഴുവൻ ഹോർഡിങ്ങുകളും എണ്ണപ്പെടും. അതിൻ്റെ മുഴുവൻ ബഡ്ജറ്റും ഈ പറയുന്ന LDF കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് എന്ത് വെച്ചു എന്നുള്ളത് പ്രശ്നമല്ല. അതിനുശേഷം വായിച്ച മുഴുവൻ ഹോർഡിങ്ങുകളും എണ്ണപ്പെടും. ഒരു ഹോർഡിംഗ് അല്ല, ഓരോ സ്ഥാനാർത്ഥിക്ക് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുന്നുണ്ടല്ലോ. അത് പിണറായി വിജയന്റെ ആയാലും കുഴപ്പമില്ല, സ്ഥാനാർത്ഥിന്റെ ആയാലും കുഴപ്പമില്ല, ആരെയും കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടോ? അതെ, അപ്പൊ 100 മീറ്ററിൽ ഇത്രയും ഹോർഡിങ്ങുകൾ വന്നിരിക്കുന്നത് പാർട്ടി പൈസയാണെന്നേ, പാർട്ടിന്റെ പണമാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് 100 മീറ്ററിലില്ല, 100 മീറ്ററിൽ ഒരു ഹോർഡിംഗ് ഇല്ല. എന്താണ് ഹോർഡിംഗ്? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ 100 മീറ്ററിൽ ഇത്രയും വലിയ ഹോർഡിംഗ് ദേശീയ പത്രങ്ങളിൽ 3 ദിവസം ഫ്രണ്ട് ജാക്കറ്റ് പേജിൽ വന്നില്ലേ കോൺഗ്രസിന്റെ പരസ്യം? അതെല്ലാം വന്നിട്ടുണ്ടല്ലോ. അത്ര തന്നെ ഉള്ളൂ. കേരളം മുഴുവൻ. ഒരു സെക്കൻഡ് എന്താണെന്നറിയോ, ഈ LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു 2016. കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ഹോർഡിംഗ് വെച്ചിരുന്നു. അന്ന് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ടാ ആണോ? കേരളത്തിൽ മുക്കിന് LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പരസ്യം വെച്ചു. അത് സർക്കാരിന്റെ പൈസയായിരുന്നോ?
വെച്ചായിരുന്നോ? ഇതാണ് പ്രതീതി നിർമ്മാണം. എങ്ങനെയാണ് ഈ ഒരു നുണ സത്യമാക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് 3 കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള സ്ട്രാറ്റജി. ഒന്ന് പ്രതീതി നിർമ്മാണം, ബാൻഡ് വാഗണിങ് എന്ന് പറയുന്ന വളരെ കൃത്യമായൊരു പ്രൊപ്പഗാൻഡ ഉപയോഗിച്ചു. രണ്ടാമത്തേത് ഒരു പൊളിറ്റിക്കൽ മാർക്കറ്റിംഗ് ആണ്. അതാണ് ഈ 100 സീറ്റ് എന്ന് ആദ്യം അങ്ങ് പറയുക. അതൊരു ടാർഗറ്റ് ഫിക്സിങ്, അതൊരു മാർക്കറ്റിംഗിൽ ഒരു ടാർഗറ്റ് ടെക്നിക്കാണ്. 100 സീറ്റ് എന്ന് പറയുക. അപ്പോൾ 100 സീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്ന സമയത്ത് ഡു ഓർ ഡൈ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഒരു മാർക്കറ്റിംഗ് പ്രൊജക്ഷനാണത്. ആ മാർക്കറ്റിംഗ് പ്രൊജക്ഷനാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ ഓൺ ആക്ച്വൽ കൗണ്ട് നോക്കുമ്പോഴാണ് ഇനി ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ള കണക്കുകൾ, എനിക്കൊരു നാളെ വരുന്ന CPM മുഴുവൻ കണക്കുകൾ വരും. അതിനുശേഷം നമുക്ക് കൃത്യമായ കണക്കുകളിലേക്ക് വരാം. എൻ്റെ ടേക്ക് ഇതാണ്, 100 സീറ്റ് എന്നുള്ളത് അസംഭവ്യമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ. 90+ സീറ്റുകൾ എന്നുള്ളത് പോലും UDF സംബന്ധിച്ച് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കഷ്ടിച്ച് 80 സീറ്റുകൾ വരെ ഇരുമുന്നണിക്കും നേടാവുന്ന രീതിയിലാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ അലയടിച്ചതല്ല, ഒരു മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റു പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഡി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇൻസെക്യൂരിറ്റി വോട്ടായി മാറിയത്, ഇതടക്കം ക്രിസ്ത്യൻ വോട്ടുകളും ചിലയിടങ്ങളിൽ UDF അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. FCRA ഒരു നിർണായക ഘടകമാണ്. പക്ഷേ BJP പിടിക്കുന്ന സീറ്റുകൾ വളരെ വളരെ നിർണായകമാണ്. BJP പിടിക്കുന്ന വോട്ടുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ശക്തമായ ഒരു ആൻറ്റി ഇൻകുംബൻസി വേവ് ഇല്ല എന്നതാണ് ഈ നിമിഷവും എൻ്റെ ടേക്ക്. അരുൺ സാറേ, ഞാൻ ഇതിൻ്റെ ഒരു കണക്ക്, എൻ്റെ മനസ്സിലുള്ള കണക്ക് ഞാൻ പറയാം. എന്താണെന്നറിയോ, ഞാനൊരു 1, 2, 3, 4, 5, 6, 7 മണ്ഡലം പറയാം. 1 കാസർഗോഡ് 5 സീറ്റാണുള്ളത്. കണ്ണൂർ 11 സീറ്റുണ്ട്. പാലക്കാട് 12 സീറ്റുണ്ട്. തൃശ്ശൂർ 13 സീറ്റുണ്ട്. കൊല്ലം 11 സീറ്റുണ്ട്. തിരുവനന്തപുരം 14 സീറ്റുണ്ട്. ആലപ്പുഴ 9 സീറ്റുണ്ട്. ഇതാണല്ലോ ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ട, അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങനെ വന്നാലും ജയിച്ചു പോകും എന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സീറ്റിൻ്റെ എണ്ണം 75ആണ്. ആ സ്ഥലത്ത് തന്നെ കോൺഗ്രസ് എത്ര വോട്ട് സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് 2, അതിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കോൺഗ്രസ്സിന് 2, കണ്ണൂർ 2 തുടങ്ങി 3 വരെ, മാക്സിമം 2ആണ്. ഒരെണ്ണം കൂടെ പെട്ട് വെച്ച് കണ്ണൂരോടെ കിട്ടിയാൽ മാക്സിമം 3ആണ്. അതിൻ്റെ അകത്ത് ഒരു ശക്തമായ മത്സരം നടക്കുകയാണ്. അവിടെ കിട്ടുമോ കിട്ടിയില്ലോ എന്ന് പറയാൻ കഴിയില്ല. ബാക്കി 11-ൽ 2 കഴിച്ചാൽ ബാക്കി 9 അവിടെ ബാക്കിയാണ്. പാലക്കാട് എന്ന് പറയുന്നത് 12 സീറ്റുണ്ട്. അതിൻ്റെ അത് 3 തുടങ്ങി 5 മാക്സിമം കോൺഗ്രസ് പറയുന്നുള്ളൂ. 3 തുടങ്ങി 5 വരെ. 3 എന്ന് പറയുന്നത് 3 ഓൾറെഡി ഇടതുപക്ഷം കൊടുത്തും കൂടി ഇടതുപക്ഷം അവർക്ക് കിട്ടും എന്ന് UDF പിടിച്ചെടുക്കും എന്ന് വിചാരിക്കുന്നതാണ് ഞാൻ ആദ്യം പറയുന്നത്. 3 തുടങ്ങി UDF കിട്ടും എന്ന് പറയുന്നത് 5ആണ്. തൃശ്ശൂർ 3ആണ് ഇടതുപക്ഷം പറയുന്നത് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അവർ പറയുന്നത് 4ആണ്. പിന്നെ കോൺഗ്രസ് പറയുന്നത് 4ആണ്. കൊല്ലം 4 ഇടതുപക്ഷം പറയുന്നത് 4 വരെ കിട്ടിയേക്കാം എന്ന് പറയുന്നുണ്ട്. 5 സീറ്റാണ് പിന്നെ UDF പറയുന്നത്. ആലപ്പുഴ 3 സീറ്റ് കിട്ടും. അത് രണ്ടും ഏകദേശം ഒന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമില്ല, ഒന്നാണ്. അപ്പോൾ 75 സീറ്റിൽ ഞാൻ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 54 തുടങ്ങി 54 സീറ്റ് ആർക്ക് കിട്ടും? LDF അനുകൂലമായിട്ട് കിട്ടും 54 സീറ്റ്. ഇനി UDF പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ എത്രയാവും? 48 സീറ്റ് കിട്ടും. അപ്പോൾ ഈ 48 സീറ്റ് ആർക്ക് ഉറപ്പാണ്? UDF കണക്ക് പ്രകാരം, ഞാൻ പറഞ്ഞത് LDF കണക്ക് പ്രകാരം അല്ലേ, UDF കണക്ക് പ്രകാരം ആർക്ക് അനുകൂലമാണ്? ഈ പറഞ്ഞ CPM അനുകൂലമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. 48 സീറ്റ്. ബാക്കി 7 ജില്ലകളിൽ നിന്ന് 22 സീറ്റും കൂടെ പിടിച്ചാൽ, അല്ലെങ്കിൽ 23 സീറ്റും കൂടെ പിടിച്ചാൽ LDF അധികാരത്തിൽ വരും. UDF കണക്ക് പ്രകാരം, ഞാൻ LDF കണക്കല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ തിരുവനന്തപുരം മണ്ഡലമല്ലോ, തിരുവനന്തപുരം മണ്ഡലം 7 സീറ്റ് വരെ, തിരുവനന്തപുരം ജില്ല 7 സീറ്റ് വരെ UDF പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 7 സീറ്റൊന്ന് എണ്ണി കാണിച്ചാൽ മതി. ഏത് സീറ്റാണ് തിരുവനന്തപുരത്ത് 7 സീറ്റ് പിടിക്കുക എന്നുള്ളത്? എറണാകുളം ജില്ല തൂത്തുവാരും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് കളമശ്ശേരീൻ്റെ അവസ്ഥ ദൈവത്തിനെ അറിയാം, കൊച്ചിയുടെ അവസ്ഥ ദൈവത്തിനെ അറിയാം, മറ്റേ വൈപ്പിൻ്റെ അവസ്ഥ ഒരു ഐഡിയ ഇല്ല. ഇനി കോട്ടയത്ത് എന്താ പ്രശ്നം? കോട്ടയത്ത് ജോസ് കെ മാണി ജയിച്ചു, പാല ജയിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണയില്ല. ചങ്ങനാശ്ശേരി ജോൺ മൈക്കിളെ, ഇത് ഞാൻ കോട്ടയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ജോസ് കെ മാണി, ജോബ് മൈക്കിള്, N ജയരാജ്, പിന്നെ ഒരു മണ്ഡലം കൂടി ഉണ്ട്. ആ 3 എണ്ണം ഉറപ്പിച്ച് വെച്ചോളൂ. അതിൻ്റെ അകത്ത് കോൺഗ്രസ്സിന് വലിയ ധാരണ പ്രശ്നമുണ്ട്. കാരണം ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിന് കോൺഗ്രസ്സിന് ഇതില്ല. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ കാര്യത്തിനകത്തും രാജയുടെ കാര്യത്തിനകത്തും ആർക്ക് വലിയ ഇതില്ല. ഈ പറഞ്ഞ UDF വലിയ ധാരണ പ്രശ്നമില്ല. പത്തനംതിട്ടയിൽ വരുമ്പോൾ 5 സീറ്റ് തൂത്തുവാരെന്ന് പറഞ്ഞ് 5 സീറ്റിൻ്റെ കാര്യത്തിനകത്ത് 2 സീറ്റ് അവർ ഉള്ളോടുള്ളി പറയുന്നുള്ളൂ, 3 സീറ്റ് കിട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഞാൻ ഈ നോക്കുമ്പോൾ 100 സീറ്റ് കോൺഗ്രസ്സുകാർ തന്നെ വെറുതെ നമ്മൾ മറ്റേ മലയാളത്തിൽ പറഞ്ഞ തള്ളിയിട്ട് കാര്യമില്ലല്ലോ.
ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും യാഥാർത്ഥ്യം പറഞ്ഞൂടെ? ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇലക്ഷൻ കഴിഞ്ഞു, ഈ റിസൾട്ട് വരാൻ പോവാണ്. മെയ് 4-ാം തീയതി വരും. ഈ തള്ളി ഇനിയെങ്കിലും നിർത്തിയിട്ട് 100 കിട്ടില്ല. ഞങ്ങളുടെ കണക്ക്, ഒരു മിനിറ്റ് വേണം, ഞങ്ങളുടെ കണക്ക് പ്രകാരം 80, 75, 78 ഒരു യഥാർത്ഥ കണക്ക് പറഞ്ഞൂടെ? ഈ പിന്നെ എന്താണ് വയനാട്ടിൽ ഫണ്ട് കട്ടിയ കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണക്ക് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുകൂടെ? ഞങ്ങളുടെ 5 കോടി ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ 5 കോടി 30 ലക്ഷം എന്ന് പറയുന്നു. ആ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, ഈ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, മറ്റേ സ്ഥലത്ത് ഇത്ര പൈസ കൊടുത്തു, ആ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ പോലെ അല്ലല്ലോ. യഥാർത്ഥ കണക്ക് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ? ഞങ്ങൾക്ക് ഏകദേശം ഇത്രയേ ഉള്ളൂ. പിന്നെ കോഴിക്കോട് പറയുന്നത് അറിയോ? ക്ലീൻ സ്വീപ്പായിരിക്കുന്ന പറയുന്നത്. ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക? ഈ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക പ്രശ്നം എന്താ? കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റാണുള്ളത്. 13 സീറ്റിൽ ക്ലീൻ സ്വീപ്പ് പറയുകയാണെങ്കിൽ 13 കിട്ടണ്ടേ? ആ 13 എണ്ണി കാണിക്കുമോ? ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാം. ആ 13 സീറ്റിൽ ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഇടതുപക്ഷത്തിന് കിട്ടുന്ന സീറ്റ് അങ്ങോട്ട് പറഞ്ഞുതരാം. ക്ലീൻ സ്വീപ്പാന്ന് പറയുന്നത്. പിന്നെ മലപ്പുറം, ശരി, മലപ്പുറം അവർക്ക് ക്ലീൻ സ്വീപ്പാണ്. 14 സീറ്റ് അവരുടെ കയ്യിലുണ്ട്. 16 സീറ്റേ മൊത്തം അവിടെ ഉള്ളൂ. മൊത്തം മലപ്പുറം കിട്ടിയാലും ഈ പറഞ്ഞ 16 സീറ്റല്ലേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടുമോ? കിട്ടത്തില്ല. ഞാൻ പറയുന്നത് എറണാകുളത്ത് CPM ഇടതുപക്ഷം പറയുന്നത് എന്താ അറിയോ? 2 സീറ്റ് അവർക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. 2 സീറ്റ് ഉറപ്പാണ്. അത് 4 വരെ പോവാം, ചിലപ്പോൾ 5 വരെയും പോവാം എന്ന് പറയുന്നുണ്ട്. അതൊക്കെയാ കോതമംഗലം, പിന്നെ എറണാകുളം, വൈപ്പിൻ, കൊച്ചി, പിന്നെ കളമശ്ശേരി 5 സീറ്റ് വരെ പോകാമെന്ന് പറയുന്നുണ്ട്. 2 സീറ്റ് അവർ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കോഴിക്കോട് ക്ലീൻ സ്വീപ്പ് പറയാൻ കഴിയത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തിരുവമ്പാടി തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 100% സീറ്റ് കിട്ടണ്ടേ? അങ്ങനെ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം വെറുതെ നമ്മളിങ്ങനെ തള്ളിയിട്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ചിലപ്പോൾ ഒരു 5 സീറ്റ് 75 സീറ്റ് വരെ അധികാരത്തിൽ വരേക്കാം, 78 സീറ്റ് വരെ അധികാരത്തിൽ വരാം. ഒരു രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ, ഞാൻ പറഞ്ഞ CPM-ൻ്റെ UDF-ൻ്റെ എന്നുള്ള അർത്ഥത്തിലല്ല, ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെ അർത്ഥത്തിലല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ കൂട്ടിക്കിഴിച്ച് കാര്യം പറയാൻ പറ്റണം. അത് പറയില്ല. പഞ്ചായത്ത് ഇലക്ഷൻ പോലെയല്ല. പാർലമെന്റ് നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും പറയാൻ കഴിയണം. കൂട്ടിക്കിഴിച്ച് പറയാൻ യാഥാർത്ഥ്യത്തോട് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ പറയാൻ പറ്റണ്ടേ? അല്ല, ആരും പറയുന്നില്ല. ഞാൻ പറയുന്നത് അറിയാം, അത് പറയുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് വരെ പറയാം, മെയ് 4 വരെ പറയാം. അതിനൊരു തെറ്റുമില്ല. ഞങ്ങൾ 100 സീറ്റ് ഞങ്ങൾ പറഞ്ഞു മാറ്റി പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്താ, നമ്മൾ ഇത് വെച്ചിട്ടൊരു കണക്കുണ്ടാക്കിയിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കേരളത്തിൽ പിരിവ് നടത്തിയിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, എന്താണ് നടക്കാൻ പോകുന്നത് അറിയാം. കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം പറയാം. ഇപ്പം എല്ലാ സ്ഥാനാർത്ഥികളും, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഓരോ വ്യവസായികളെയും ഓരോ പ്രധാനപ്പെട്ട ആൾക്കാരെയും കണ്ടിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഭയങ്കരമായിട്ട് പൈസ ചിലവായി, മനസ്സിലായോ? നമ്മളൊക്കെ തകർന്നിരിക്കുകയാണ്, എല്ലാവരും സഹായിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവർക്കെല്ലാം ഈ വ്യവസായികളെടുത്ത് പൈസ മേടിക്കാൻ പറ്റും, മനസ്സിലായോ? ഇപ്പോൾ കോൺഗ്രസ്സിന് പൈസ മേടിക്കാൻ പറ്റിയ നല്ല സമയമാണ്. എന്താ, ഞങ്ങളാണ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. കാരണം ഞങ്ങളാകെ ഏത് ഇലക്ഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ പൈസ ചിലവായി, അതുകൊണ്ട് മാക്സിമം പൈസ തന്നോളൂ എന്ന് പറയാനുള്ള, അത് ഒരു മാസം നന്നായി കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 100 സീറ്റിൽ അധികാരത്തിൽ ഈ 100 സീറ്റിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജില്ലകളുണ്ടല്ലോ, ഈ പറഞ്ഞ 5 ജില്ലകൾ, ഈ 75 സീറ്റ് കൈവശം വെച്ചിരിക്കുന്ന 5 സീറ്റുകൾ, ഈ 5 സീറ്റുകളിൽ എന്തെന്ന് പറയണം? ബാക്കി ഞാൻ വേണമെങ്കിൽ ബാക്കി ഈ പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 5 സീറ്റ് ഉണ്ടല്ലോ, ഈ അവർ ജയിക്കുമെന്ന് പറഞ്ഞേ 5 ജില്ലകൾ, 5 ജില്ലകൾ, ഈ 5 ജില്ലകളിൽ ഏതൊക്കെ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്നു ഞാൻ പറഞ്ഞുതരാം. ക്ലീൻ സ്വീപ്പ് പറഞ്ഞാൽ ഈ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഇല്ല എന്നും ആ സീറ്റ് ഏതൊക്കെ കിട്ടുമെന്നും നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് പറയാം, ക്ലാരിറ്റിയോട് പറയാം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ വന്നിട്ട് 100 സീറ്റ് കിട്ടാൻ പോവുകയാണ്, 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു, ഞങ്ങൾ ഏത് മുഖ്യമന്ത്രിയാണെന്ന് ചർച്ച തുടങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക സാറേ. എന്താണ് ഈ പിണറായി വിജയൻ്റെ മുഖം വെച്ചു എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞത്? അത് പിണറായി വിജയൻ്റെ മുഖം വെക്കാൻ ഒരാൾ ആ പാർട്ടിയിലുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറയാം, ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മുഖം വെച്ച് മാത്രമേ ഈ 2016 ഇലക്ഷൻ നേരിട്ടുള്ളൂ. വേറെ ആരെയാ? ഒരു നേതാവിനെ വെച്ചിട്ടില്ല. പ്രതിപക്ഷം വെറുതെ പറയില്ല സ്മൃതി മേഡം, വെറുതെ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മുഖം മാത്രം വെച്ചിട്ടാണ് 2016 ഇലക്ഷൻ നേരിട്ടത്. വേറെ ആരുടെ പേര് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒരുപോലെയാണ്. എന്തല്ലാത്ത നിങ്ങൾ വെറുതെ ന്യായീകരണം പറഞ്ഞ കാര്യമല്ലോ. 2011 മുഖ്യമന്ത്രിയായ വ്യത്യാസമുണ്ട്.
2011 മുഖ്യമന്ത്രിയായ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ അതേ ഫോട്ടോ വെച്ചിട്ടാണ് 2016 ഇലക്ഷൻ നേരിട്ടത്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെയാണ് 2016 തുടങ്ങി 21 വരെ മുഖ്യമന്ത്രിയായിരുന്നു. 2021 വരെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മുഖം വെച്ചിട്ടാണ് 2021 നേരിട്ടത്. 2021 തുടങ്ങി 26 വരെ പിണറായി വിജയന്റെ മുഖം വെച്ചിട്ടാണ്. കോവിഡ് സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് കോവിഡ് സാഹചര്യം? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ മാത്രം ഈ പറഞ്ഞ UDFന്റെ കാര്യം മാത്രം പറയുമ്പോൾ അയ്യോ മുഖം പിണറായി വിജയന്റെ മാത്രം ഒന്നുമില്ല. കാര്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന പണി എന്താ? ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം സാറേ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, കേരളത്തിൽ 2016 ഇലക്ഷനിൽ നിങ്ങൾ കേരളത്തിൽ ഹോർഡിംഗ് വെച്ചതിന്റെ ലിസ്റ്റ് സർക്കാർ പുറത്തു വിടട്ടെ. 2010 അന്ന് ഈ പറഞ്ഞ ഇടതുപക്ഷം ഭരണത്തിലില്ല. അന്ന് LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ബോർഡ് വെച്ചത് അന്നത്തെ സർക്കാർ വെച്ചതിനേക്കാളും കൂടുതലാണ്. സമയം പിടിക്കും. അല്ല, ഇത് കാര്യത്തോടെ പിന്നെ ഒരു മിനിറ്റ് എപ്പോഴും ന്യായീകരിച്ചിരുന്ന കുറെ പേർക്കെങ്കിലും നേരം വെളുത്തില്ല. ഒരു നേരം വെളുത്തില്ല. അല്ല, ഒരു മിനിറ്റ്, ഒരു നേരം വെളുത്തിട്ടില്ല. ഒരു കാര്യം, ഒരു നേരം വെളുത്തില്ല മേഡം, ഒരു നേരം വെളുത്തില്ല. 2020 ഞാൻ പറയുന്നത് ഇന്ന് പിന്നെ ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ നേതാക്കന്മാരുടെയും ബൈറ്റ് റിപ്പോർട്ട് TV ടെലികാസ്റ്റ് ചെയ്തല്ലോ. അതിൻ്റെ അത് ചാണ്ടി ഉമ്മനോട് ചോദിക്കുന്നുണ്ട് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത്. ഒറ്റ വാക്കേ ജയിക്കും. ഞങ്ങൾ അത് നടത്തി വരും. ഒരു ശൈലിയില്ല. ചാണ്ടി ഒരു പിരിവിന്റെ ഉദ്ദേശമില്ല, അത്രേ ഉള്ളൂ. ചാണ്ടി ഊതിന് പിരിവിന്റെ ഉദ്ദേശമില്ല. പിരിവിന് ഉദ്ദേശമുള്ളവരൊക്കെ നല്ല റേഡിച്ച് പറയുന്നു. മോശം പ്രതികരണമാണ്. മോശമൊന്നല്ല. താങ്കളെ പോലുള്ള എന്നെ പോലുള്ള വ്യവസായികളല്ല. എന്നെ പോലുള്ള വ്യവസായികളല്ല. വളരെ മോശമായി പിരിവിന് വേണ്ടിയാണ്. വളരെ മോശമാണ്. 2011 മുതൽ 16 വരെ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. എന്താ തോറ്റുപോയത് 2016? എന്തായിരുന്നു ഇത്രയും വോട്ട് നഷ്ടപ്പെടാൻ? 91 സീറ്റുകൾ നഷ്ടപ്പെടാൻ കാര്യം എന്താ? അല്ല, എന്തായിരുന്നു കാരണം? എന്തായിരുന്നു? ഭരണ മികവായിരുന്നു. അങ്ങനെ സ്മൃതിക്കുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? വിവാദം മാത്രമായിരുന്നു. ഏറെ നേരമായല്ലോ തർക്കം. ഒരു കാര്യം പറയട്ടെ, കേരള ചരിത്രത്തിൽ തുടർഭരണം എന്ന് പറയുന്നത് 2 തവണയെ സംഭവിച്ചിട്ടുള്ളൂ. ഒരു തവണയാണ് 5 വർഷം പൂർത്തിയായി ഇത് തുടർഭരണം ഉണ്ടായത്. അങ്ങനെ ഒരു സർക്കാരിന് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഭരണവിരുദ്ധതയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അധികാരം തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ കേരള ചരിത്രത്തിലെ ഇതുവരെയുള്ള സർക്കാരുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം ഇപ്പൊ നോക്കൂ. VS അച്യുതാനന്ദന്റെ സർക്കാർ തോറ്റുപോയില്ലേ? മോശം സർക്കാരായിരുന്നു എന്ന് പറയുമോ? ഒന്നുകൂടി പറയൂ. അല്ല, അതിനു മുൻപ് CPM-ന് എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ഇവരൊക്കെ ഭരണവിരുദ്ധത കൊണ്ടാണോ തോറ്റത്? അതാണ്. അതായത് സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ രാഷ്ട്രീയ ചരിത്രമുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഭരണവിരുദ്ധത മാത്രമാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ ശരി. അല്ല, അത് തന്നെയാണ് എന്റെ ഭരണവിരുദ്ധ എന്നല്ല ഞാൻ പറഞ്ഞത്. മാറുന്നുണ്ടെങ്കിൽ അത് സമുദായ സമവാക്യങ്ങളിലെ മാറ്റമാണ്. എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് ചോദിക്കരുത്. കാരണം എല്ലാ സർക്കാരുകളും തോറ്റിട്ടുണ്ട്. അതാണ്. അപ്പോ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന മട്ടിൽ നടത്തിയ പ്രചണ്ഡ ഭരണത്തിൽ വസ്തുത ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പകരം മറ്റു ഘടകങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ് സാറേ, എന്താണ് ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് നല്ല ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ഒരു കൺസോൾട്ടേഷൻ അതില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഒരു ന്യായം നടത്തിയില്ല. കേരളം BJP ആണല്ലോ ഭരിക്കുന്നത്. അല്ല, കേരളം BJP ആണല്ലോ. ഒരൊറ്റ കാര്യം, ഒരു പ്രതികരണത്തിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ന്യൂനപക്ഷവും അരക്ഷിതാവസ്ഥയിലായി. ആ പ്രതികരണത്തോട് ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. PR സുനിൽ, ആ പ്രതികരണത്തെ വളരെ ചെറുതായി കാണുക. പ്രതികരണത്തോട് ആ പ്രതികരണം നടത്തിയ പൊന്നാടെ അണിയിക്കുകയും ചെയ്താൽ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സമരം പൗരത്വ നിയമത്തിനെതിരെ നിലപാട് മാറ്റി. എന്താ അങ്ങ് പറയണം കേൾക്കണില്ലേ? അതിനുശേഷം നിലപാട് മാറ്റി എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചു. പൗരത്വത്തിൽ നിലപാട് മാറ്റിയതാണോ അതിനർത്ഥം? ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടെടുത്ത സമീപനത്തിൽ നിലപാട് മാറ്റി. ന്യൂനപക്ഷ വർഗീയത എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെക്കാൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയാ. സമരത്തിൽ പങ്കെടുത്തവരുടെ വേഷം നോക്കി പറയുക. ഇവിടെ സജി ചെറിയാൻ നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പൊന്നാട സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയുണ്ടെന്ന
ഒരു കള്ള പ്രതീതി സൃഷ്ടി, അങ്ങ് പറഞ്ഞ പ്രതീതി സൃഷ്ടിക്കൽ ഇവിടെ നന്നായി നടന്നിട്ടുണ്ടെന്നേ, അപ്പോൾ ഒരു ഏകീകരണം ഉണ്ടാകും. ആ ഏകീകരണം വോട്ടാവുകയും ചെയ്യും, അത് പ്രതിഫലിക്കുകയും ചെയ്യും, അത് 90 കടക്കുകയും ചെയ്യും. ശരി, അല്ല, പൗരത്വ നിയമ ഭേദഗതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ ഇടതുപക്ഷ സർക്കാരിന്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓരോ ഉടായ്പ്. ഇതാണ് ഈ എന്താ പറയാ. അപ്പോൾ പ്രവചനാതീതമാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 3. Meet the editors.